എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ഇന്ന് കോഹ്ലിയുടെ സ്ഥലത്താണ്, യാർഡിലാണുള്ളത്. നമ്മുടെ വണ്ടിയുടെ 4x4 പണി കഴിക്കാനായി നമ്മൾ പോവാണ്. വെള്ളക്കതടിയായിട്ട് ഒരു ട്രക്ക് നിൽപ്പുണ്ട്, എങ്ങോട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. ആദ്യം ഇവനെ പറഞ്ഞ് അങ്ങോട്ട് മാറ്റിക്കണം, എന്നിട്ട് വേണം എനിക്കത് എടുക്കാൻ വേണ്ടി. भैया भैया इधर जाओ, मैं इधर जाएगा, मेरा गाड़ी है, मैं इधर से जाएगा बाईपास. हाँ ये गाड़ी है. ഗൈസ് നോക്കൂ, അവനെ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം. ഇവർ വണ്ടി ഭയങ്കരമായിട്ട് പണിയും കേട്ടോ. അതായത് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വേണം നമുക്ക് നേരെ പോകാൻ വേണ്ടി. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് അവിടെ ചെന്ന് ഇന്ന് ലാസ്റ്റ് പരിപാടി തീരുമെന്ന് കേട്ടോ. എന്തിനാ അതിൽ പോയി തിരിച്ചു വരണം. ആ ഉണ്ടോ ഉണ്ടെന്നേ വഴി സ്ഥലം ഉണ്ടോ നോക്ക്. ഈ ഗ്യാപ്പ് ഓക്കെ അല്ലേ? ഈ ഗ്യാപ്പ് ഓക്കെ ആണോ? കുഴപ്പമില്ല. അവിടെ 2-3 വണ്ടി കിടപ്പുണ്ടോ ഇവനെ? എവിടെ? അവിടെ. അതാ വിഷയം ഗൈസ്. ആ പോകൂടാ, കാലുണ്ടാവും, വയർ ഒറ്റയിടി. ഗൈസ് ഇന്ന് 4x4 മറ്റ് പരിപാടികളൊക്കെ തീർക്കണം. പോകൂടാ, പോകുമ്പോൾ റിസ്ക് എടുക്കണ്ട. വാ, പടപടേ എന്നുള്ള പരിപാടിയായിരിക്കണം. നമുക്ക് ഓരോന്നായിട്ട് തീർത്ത് വേഗം സാധാരണ ഇച്ചിരി താമസിച്ചു കേട്ടോ. ഇത്രയും ദിവസം കറക്റ്റ് 8:50 വന്നിരുന്നു. ഞങ്ങൾ ഇന്ന് വന്നത് 9:50. 50 മിനിറ്റ് മുന്നോട്ട് പോയിട്ടോ. ഇന്നലെ കളി കണ്ട് കിടന്ന അല്ലേടാ ലിവിനെ? കളി കണ്ട് കിടന്ന കാരണം സമയം പോയി. അതിന് കട്ടൗട്ട് എവിടെയാടാ? കട്ടൗട്ട് അപ്പുറത്തെ സൈഡ്. ലിവി അവിടെ മൊത്തം ചെളിയാണല്ലോ. ഇവനോട് ഫ്രണ്ടിലേക്ക് ആക്കാൻ പറഞ്ഞേ. ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഞാൻ അവിടെ ഇരുന്ന് ഹോൺ അടിച്ച് അവനെ ശല്യം ചെയ്യാം കേട്ടോ ലിവിനെ. വണ്ടിയേ പണ്ടാരം ഗ്ലാസും അതും ഇതിന്റെ ഇടയിലൊക്കെ കയറ്റി വെച്ചാക്കുന്നത്. ആരെവിടെ കൊണ്ടുപോയിട്ടെ? ആരാണാവോ? വെച്ചല്ലോ. വേറെ ആരിടാനാ വണ്ടി? സർദാജി ആയിരിക്കും. ഓ ഭാഗ്യം. കട്ടൗട്ട് ഓണാ. ആ അവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഫുള്ളാ. എൻ്റെ പരിപാടിയും കൂടെ ഇനി എടുക്കാനുള്ളൂ. ഈ വണ്ടിയിൽ നിന്ന് ഒന്ന് ആ വണ്ടിയിൽ നിന്ന് മറ്റേ ചതുപ്പിത്താഴും, ഈ വണ്ടിയല്ലേ ചതുപ്പിത്താഴും. പിന്നെ വലിക്കാനുള്ള ഇതുള്ളാരും കുഴപ്പമില്ല. ബേക്ക് ഗ്ലാസ് 4x4 വർക്കല്ല വണ്ടി കേട്ടാ. 4x വർക്കായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തെന്നൂല കേട്ടാ. പോന്നു ഇങ്ങോട്ട് കേട്ടാ. മട്ടേറിയൻ ടയറിൻ്റെ പ്രത്യേകത ഇത് ഗൈസ്. ഇത് മട്ടേറിയൻ ടയറിൻ്റെ പ്രത്യേകത കേട്ടോ. പിടിച്ച് കയറി. ഇത് 4x4 അല്ല ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ടോ. അല്ല അത്യാവശ്യം നല്ല രീതിയിൽ ചതുപ്പുണ്ട്. ചതുപ്പിൽ കൂടി കേട്ടോ നമ്മുടെ വണ്ടി ഇറങ്ങി വരുന്നത്. നോക്കിയേ, കുടുങ്ങി വരുന്ന വരലും നോക്കിയേ. ഇനി നേരെ നമുക്ക് ഈ റൂട്ടിൽ കൂടെ പോയിട്ട് നേരെ ഇനി സർദാജിയുടെ അടുത്തോട്ട് പോകണം കേട്ടോ. ഇതിൻ്റെ അത് പ്രശ്നമുള്ള റോഡ് മൊത്തം കഴിഞ്ഞ് കേട്ടോ. ഇന്ന് നമ്മുടെ വണ്ടിയുടെ ഏകദേശം ഫുള്ള് പണി കഴിയുമെന്നാണ് പറഞ്ഞത്. ഏകദേശം ഇല്ല പോട്ടെ. എന്തോ സൗണ്ട് ഞാനും കേട്ടു. പോട്ടെ. ഈ സൈഡ് ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ മതി. ഇവിടെ മൊത്തം ഈ കറണ്ടിൻ്റെ പണി എടുക്കുന്ന കാരണം ഫുള്ള് ബ്ലോക്കാ. പരമാവധി എല്ലാവരും ഓണടിച്ച് മാറ്റിക്കും കേട്ടോ. ഇവൻ പൈപ്പൊക്കെ റോഡിൻ്റെ നടുക്കിട്ടൊക്കെ നമ്മൾ അങ്ങോട്ട് പോവുക കേട്ടോ. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു നിങ്ങളെല്ലാ ദിവസവും വീഡിയോ കാണുന്ന പോലെ സർദാജിയുടെ വർക്ക്ഷോപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് വേണം നമുക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വരാൻ നോക്കണം കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടി കൊളുത്തി എടുക്കും വേറെ വണ്ടീനെ. അതാണ് വിഷയം. കുറച്ച് ബോഡി പുറത്തോട്ടുണ്ട് ലോറിക്ക്, അതാണ് വിഷയം. ബേക്ക് ബോഡി. നീ അങ്ങോട്ട് നോക്കിയാൽ പിന്നെ ഇങ്ങോട്ട് നോക്കിയേ. ഇവിടുന്ന് ആൾക്കാർ അല്ല അവിടെ ഇവിടെയാണ് ആൾക്കാർ പാഞ്ഞു വരുന്ന സ്ഥലം. അവിടെ നോക്കിയേ, ബസ്സൊക്കെ പാഞ്ഞു വരാൻ സാധ്യത ഭയങ്കര. ഓട്ടോക്കാരൻ ഇടയ്ക്കൂടെ ഒരു 5 മിനിറ്റ് വരെ നിന്ന് തന്നെ അല്ലടാ. അവന് അടുത്ത ട്രിപ്പ് പോവും. അതാണ് അമേരിക്കല്ലേ ഓടിച്ചോണ്ട് പോകുന്നത്. അതന്നെ ഞാൻ പറയാൻ വേണ്ടി വന്നേ. ഇത് നൈസായിട്ട് അവിടെ നിൽക്കും. ആരില്ലാ സമയത്ത് കൊണ്ട് വേസ്റ്റ് കൊണ്ടുവരും. ഇത്രയും നല്ല വെള്ളം കൊണ്ടുവരും, നശിപ്പിക്കും. തുണി അങ്ങനത്തെ കാര്യം ഇവര് ഇടുന്ന കൊണ്ടുപോയിട്ട് തുണിയില്ലേ തുണി എന്നും നമ്മൾ പോകുമ്പോഴുള്ള ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷൻ ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം സർദാർജി വണ്ടി ഓടിക്കാൻ നേരത്തെ അതിന്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായി. ആ ബേക്കോട്ട് വന്നിട്ട് ബൈക്ക് കയറിയതല്ലേ. ഈ ഇടയിൽ കൂടെ കയറും. ഒടിഞ്ഞു വരാൻ നേരത്ത് നമ്മുടെ വണ്ടി കൂട്ടി ഓടിയും.
മനസ്സിലായോ? ഒരിക്കലും ലോറി ട്രെയിലറിന്റെ ഒന്നും ബ്രേക്ക് വന്നിട്ട് ബൈക്ക് വെച്ച് പിടിക്കരുത് കേട്ടോ. മണ്ടത്തരം. ഈ ഉള്ളിരിക്കുന്ന ഡ്രൈവർമാർ ഏകദേശം രൂപത്തിലാണ് ഇതൊക്കെ ഓടിക്കുന്നത്. ഹൈവേയിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. എല്ലാ വണ്ടിയും ഇതിലേട്ടാ വരുന്നത്. മേലടച്ചല്ലോ. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുമല്ലേ ആ സൈഡ്. മെല്ലെ കയറ്റി വെച്ചോ. ചിലവര് ഭയ്യാ റുക്കോ ഇത് കേട്ടോ അടുപ്പിച്ച് പിടിക്കുന്ന നോക്കി. ഇത് നമ്മുടെ ബേക്കിന്റെ മൂലം നമ്മൾ സൂക്ഷിച്ചെടുക്കണം കേട്ടോ. നമ്മൾ സഫാരി പിടിച്ചോണ്ട് സ്ഥലം കേട്ടോ. ഇപ്പൊ സഫാരിക്കാര് കാണുമ്പോ ഇന്നലെ നമ്മള് ട്രക്കേ പോവാ. അല്ലെന്ന് ഇന്നലെ വന്ന അവനില്ലേ, അവനവിടെ നിക്കുന്നുണ്ട് ചിരിച്ചേ. ആണോ? ഇത് നോക്കിയേ, ഇതെങ്ങനെ മാക്സിമം ഗിയറിൽ RPM കൊടുത്ത് ഇതുപോലെ മാക്സിമം കയറ്റുക കണ്ടോ. അല്ല അതിന്റെ പഴയ സൗണ്ട് വരുന്ന ഇനി മീറ്ററുകൾ ശരിയാകാതെ എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ നമ്മൾ വേറെ ഒരു പരിപാടിക്ക് നിൽക്കരുത്. ഇതിന്റെ ഫ്യൂവൽ മീറ്റർ, ക്യാബിൻ പ്രഷർ മീറ്റർ, ഓയിൽ പ്രഷർ മീറ്റർ, ഹീറ്റ് മീറ്റർ കറക്റ്റാന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ എങ്ങനെയാന്നുള്ളത് നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് വർക്കുണ്ട്. എല്ലാം കൂടെ കഴിഞ്ഞ ഇന്നും കൂടെ തീർന്നെന്ന് അവനവിടെ പറയുന്ന കേട്ടെ. ശിവം ഇന്നും കൂടെ തീർത്ത് വിടാന്നാ പറഞ്ഞേ. ഓവർ ഡോറ് ചാരുന്നു കേട്ടോ. ഡോറിന്റെ ഘടനകൾ എങ്ങനെയാന്ന് നമുക്ക് അറിയത്തില്ല. ഡോർ എനിക്ക് തോന്നുന്നു ലൂസാന്ന് എനിക്ക് തോന്നുന്നു. തൊടുമ്പോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ശ്രദ്ധിക്കണം. ഇവനെ ലൈലാൻഡ് ഒറ്റ വണ്ടിയാണ് സൂപ്പറായിരുന്നു പറഞ്ഞ. ഈ പഴയ എഞ്ചിൻ ഈ സാധനം മോനെ കിടൂ. അല്ല ഇവനെ ഫൈനലി നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. ഇതേ ഈ കാണുന്നതാണ് ഒരു ചോക്ക്. അപ്പൊ ഈ ചോക്ക് എന്ന് പറഞ്ഞാൽ പത്താൻകോട്ട് ചോക്ക്, അതായത് ബൈപ്പാസ് ചോക്കാണ്. ഇവിടുന്നാണ് നമ്മൾ ശരിക്കും ഉള്ളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഇവിടുന്ന് വേണം തിരിഞ്ഞ് നമുക്ക് വീണ്ടും ബൈപ്പാസിലേക്ക് പോകണം. നമ്മൾ ഈ വണ്ടി പണിയുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഭാരത് പെട്രോൾ ഇല്ലേ, ഭാരത് പെട്രോളിന്റെ തൊട്ടടുത്ത് ഒരു ഓട്ടോക്കാരൻ നോക്കുക. ഇവിടെ എന്തായാലും എയറോൺ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റൂല കേട്ടോ. ഇവനെ ആരും മാറി തരുന്നില്ല. പിന്നെ എന്നാ കാര്യം, ചെറിയ ഓണം കൂടെ പിന്നെ അവിടെ എന്തോ പരിപാടി ഉണ്ടല്ലോ. ഇന്നലെ നമ്മള് കണ്ടില്ലായിരുന്നു. അത് തീർന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. മാറ്റി തരില്ല ആരും മാറ്റി തരില്ല. നോക്കി ഒരു മനുഷ്യൻ വണ്ടിക്കാലെ ഇതായി കേട്ടോ. പിന്നെ പവറായി പിക്കപ്പുമായി പവറുമായി ഗിയർ കാര്യങ്ങൾ ശരിയാവുകയും ചെയ്തു അല്ലേ. പൈപ്പുകൾ മാറ്റുന്ന കേസ് പറയണ്ടേ നമുക്ക്. ആ പൈപ്പുകൾ ഇന്ന് മാറ്റണം പോയിട്ട്. പുള്ളിക്കാരൻ പറഞ്ഞാലും പുതിയത് ഇട്ടോളാൻ പറയാ. പുതിയ ലോങ് കൊടുക്കുന്ന മറ്റ് സാധനങ്ങൾ, അതായത് എന്തൊക്കെയോ പൈപ്പ് ഉണ്ട്. വാട്ടർ പൈപ്പ്, ഓയിൽ പൈപ്പ്, പിന്നെ അതുപോലെ തന്നെ റേഡിയേറ്റർ പൈപ്പ്, അങ്ങനത്തെ കുറച്ച് പൈപ്പുകൾ നമുക്ക് പുതിയതാക്കാൻ പറയണം പുള്ളിയുടെ ഇന്ന്. അപ്പൊ അത് ചെയ്തു തന്നാൽ പിന്നെ നമ്മുടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. നോക്കിയേ അവിടെ ബ്ലോക്ക് ആട്ടാ. വലിയ സിമെന്റ് വണ്ടി ശരിക്കും അവൻ അപ്പുറത്തൂടെ പോയി സ്പീഡ് ട്രാക്ക് ഏതാ? അപ്പൊ ഇത് ഇന്ത്യ നേരെ തിരിച്ചു കേട്ടോ. അത് സ്പീഡ് ട്രാക്ക് നമ്മളിങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ യൂറോപ്പിലൊക്കെ ഓടിച്ച എത്ര പേരെടുത്താണ് ഞാൻ തെറി കേട്ടെന്നറിയാ. അവര് വിചാരം അപ്പുറം വണ്ടി ഓടിക്കുന്നതെന്നും പറഞ്ഞിട്ട് അല്ലേ, ഓർക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇപ്പുറം കടന്നോ. ഭയങ്കര വിഷയമാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് കറക്റ്റ് ആ റൂള് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തെറി എന്നൊക്കെ പറഞ്ഞാൽ പൂര തെറിയായിരിക്കും. എന്താണോ അതാണ് യൂറോപ്പിലൊക്കെ നോക്കുന്നത് അല്ലേ ഇവനെ ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വണ്ടി പണിയണം. വണ്ടി പണി തീർന്നു കഴിഞ്ഞാൽ നമുക്കിനി കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് യാത്രയിൽ ഉപയോഗിക്കാൻ, അതായത് ഭക്ഷണം വെക്കാനുള്ള കുറച്ച് പാത്രങ്ങൾ, പിന്നെ ഗ്യാസ് കുറ്റി നിർത്താൻ പറ്റും. ബീവറേജില് എന്തിനാ സ്പാൻഡർ മേടിച്ചിട്ട് വരായിരുന്നു. എൻ്റെ സ്പാനർ ഇവിടെ വെച്ചെന്ന് പറയാം. അതാ ഈ ബീവറേജിലാണ് നമ്മുടെ സ്പാനർ വെച്ച് മറന്നു കേട്ടോ. 150 രൂപയുടെ സ്പാനർ, 150 രൂപ. അങ്ങോട്ട് ഓടി വരുന്ന കള്ളക്കഴവേറി. ഭയ്യാ മേരെ സ്പാനർ ഇതരെ സ്പാനർ സ്ക്രൂ ഡ്രൈവർ കിട്ടിയില്ല. ഡ്യൂട്ടിയിലുള്ള ആള് കൊണ്ടേ കാണും. നാളെ ആള് വരുമെന്ന് ആള് ചോദിക്കും. ആണോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കിട്ടൂല. ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാ. ഒരുപാട് എല്ലാം കയറ്റില്ല. ഇനി സൺസൈഡ് കൂടെ അല്ല കയറ്റാനുള്ള. സൺസൈഡ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. അതിന് സൺസൈഡ് എന്നല്ലേ പറയുന്നേ. എന്തായാലും നമ്മൾ അങ്ങനെ പറയുന്നു. ഓടിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ തുള്ളല് കൂടുതലാ. അത് ടയറിന്റെ വണ്ടി നല്ല വെടിച്ചില്ല. ഇനി 4x4 കൂടെ ഒന്ന് റെഡിയായാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ആമ പോലെ നീങ്ങുമെന്നൊക്കെ പറയണ്ട. ആമ പോയിട്ട് അണ്ണാൻ പോലെ നീങ്ങുന്നില്ല. ഓയില് പോലെ എങ്കിലും നീങ്ങിയാൽ മതിയായിരുന്നു. നാട്ടിലെത്തും 10-70,000 രൂപ എണ്ണയോ അതെനിക്ക് ഉറപ്പാണ്. അത് ഉറപ്പ്. എണ്ണ വില കൂടിയില്ലേ, 150 രൂപയില്ലേ. നാട്ടിലെത്തും 10-70,000 രൂപ എണ്ണയോ കേട്ടോ. 100% ഉറപ്പാണ്. ഇന്ന് സാധാരണ എടുത്ത് വണ്ടിയില്ല. ആ പഴയ മറ്റേ വണ്ടി മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. ആ ട്രക്ക് അവിടെ കിടപ്പില്ലേ, ലൈലാൻഡ് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. സർദാർ ഇന്ന് ഉണ്ടാവും എന്നാണല്ലോ പറഞ്ഞത്. ഇല്ലേ? ഉണ്ടല്ലോ. ഉണ്ട്. ലക്കിയുടെ വണ്ടി അതാ കിടക്കുന്നു. വണ്ടിയൊന്നും ഇല്ലടാ. രക്ഷപ്പെട്ടു. അങ്ങനെ ഫൈനലി സർദാർ ഇല്ല. ലക്കിയോ? ലക്കീനെയും കാണാനില്ല. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ ഇത് അടിച്ചടിച്ചിപ്പോ ഒരു ശീലമായി പോയി. ഇത് ഓഫ് ആക്കണ. ഇത് കണ്ടോ,
ഈ മകുടം പിടിച്ച് വലിക്കണം. ഇത് ഈ പമ്പിൻ്റെ ഡിഫറൻസിലാണ് ഈ സംഭവം. ഇത് റോട്ടറി അല്ല, നോർമലാണ്. നോർമൽ പമ്പിന് ഇങ്ങനെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മകുടം പിടിച്ച് വലിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഓക്കെ. ലൈലാൻഡിൻ്റെ കെ ഞാൻ കണ്ടു. നമുക്ക് ലൈലാൻഡിൻ്റെ കെ ഇല്ലല്ലേ? ആ ഇതാ കള്ള പരിശു വരുന്നു. എടാ വല്ല തൊഴിലും എടുക്കടാ, വല്ല പണിയും എടുക്ക. ഇതേ വരുന്നു സർദാർജി കിതറേ ആരേ ആരേ. ആ ഗൈസ് ലൈലാൻഡിൻ്റെ കെ നമുക്ക് നഷ്ടപ്പെട്ടു. ആ കെ നമുക്ക് സംഘടിപ്പിക്കണം. काम करने के लिए थोड़ा है ना, हाँ भैया काम करेगा पैसा मिलेगा, काम नहीं है पैसा नहीं है. आपको ज्यादा पैसा मिलेगा ना, आप रिस्क करेगा. हाँ रिस्क है पैसा है, रिस्क नहीं है पैसा नहीं है. आपका मालिक रिस्क करेगा पैसा है, आप रिस्क नहीं करेगा. एक मिनट सुनो. आप एक दुकान डालो, इसमें दूसरा आदमी को काम कर दो, आपको पैसा मिलेगा. अब बैठा मालिक आएगा. रिस्क अभी आपको रिस्क कुछ नहीं है. पैसा है ചായ അതായത് നിങ്ങളൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇനി വണ്ടി ഓടിക്കണം എന്നുള്ളൊരു കൊതിയിലാണ് ഞങ്ങളെപ്പോലെ നിങ്ങളും അതേപോലെയാന്ന് ഞങ്ങൾക്കറിയാം. എല്ലാവരെ പോലെ ഗൈസ് എല്ലാവരെ പോലെ നിങ്ങളും അതേപോലെ ചിന്തിക്കാന്ന് ഞങ്ങൾക്കറിയാം. നമുക്ക് വണ്ടി ഇറങ്ങി ഓടണം. ഞങ്ങളുടെ ഒരു കൊതിയാണത്. ഈ ഇത്ര 5-6 കിലോമീറ്റർ ഇല്ല, നമുക്കൊരു 2000-3000 കിലോമീറ്റർ ഡെയിലി നമുക്ക് അത്ര ഓടിക്കാൻ പറ്റത്തില്ല. അതിനെ നമുക്കൊരു 500 മാക്സിമം 500. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടയർ കണ്ടീഷൻ ഇസ് നോട്ട് ഗുഡ്. എഞ്ചിൻ കണ്ടീഷൻ കാണാൻ നല്ല സൂപ്പർ ആയിരിക്കും, ബട്ട് പിന്നെ അതുപോലെ ബാക്കിയുള്ള ഒന്നും നമുക്ക് അറിയത്തില്ല. കാരണം ഇതിൻ്റെ അത് വെച്ചിരിക്കുന്ന എല്ലാം പഴയ സാധനങ്ങളാണ്, പുതിയ സാധനങ്ങളല്ല. അപ്പോൾ നമ്മളൊരു മിഡ് നൈറ്റ് ഓടിക്കാതെ ശ്രമിക്കുന്നത്. ഒരു 7 മണി വരെയൊക്കെ മാക്സിമം. In the between in the 9 o'clock and 7 o'clock in the vehicle in the sitting in the petrol pump. Yes guys, നോക്കൂ ഇത് പുത്തമണ്ടി കേട്ടോ. ഇത് പുത്തമണ്ടിയാണ്. ഈ ലൈലാൻഡിൽ 2 തരം പിന്നെ ബമ്പർ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഇതുണ്ട്, ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വണ്ടിയിലുള്ളതുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോർമൽ പമ്പല്ല, ഇത് റോട്ടറി പമ്പാണ്. റോട്ടറി എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ലൈനായിട്ട് വരും. ഇത് കണ്ടോ, ഇതാണ് റോട്ടറി. പിന്നെ ഇതിന് സെൻസറുകൾ കൂടുതലാണ്. ദിസ് ഇസ് നോട്ട് സെൻസർ, ദിസ് ഈസ് സെൻസർ. ഇതെന്ന് പറഞ്ഞാൽ നോർമൽ വണ്ടി, ആദ്യം ഇറങ്ങിയ കിടിലം വണ്ടി. ഇത് കണ്ടോ, ഇതിന്റെ പമ്പുകളുണ്ട്, റിങ് പോലെ ഇരിക്കും. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം. പിന്നെ ദൂസര ഗാഡിക്കായ ഗൈസ്. അതായത് ഞാൻ ഇതിൻ്റെ ഒരു കേസ് പറഞ്ഞുതരാം. അതായത് ഇതിനിപ്പോൾ 5000 cc ആണെന്ന് വിചാരിച്ചു. ഇത് ഹോഴ്സ് പവർ ആണോ cc ആണോ ഓർക്കുന്നില്ല. ഇത് 5000 മാക്സിമം പുത്തൻ ടെക്നോളജിയിൽ ബോഷിൻ്റെ മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇത് 5000 cc എന്ന് വിചാരിച്ചോ, ഇതിന് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ടോ. അതാണ് ഡിഫറൻസ്. ഡിഫറൻസ് ഓഫ് ദ കൊളോണിയൽ ആൻഡ് അണ്ടർ കൺട്രോൾ അമേരിക്ക ആൻഡ് ഇറ്റലി യൂറോപ്യൻ ആൻഡ് ഏതൻസ്. അതായത് ഈ സാധനം നമുക്ക് വെള്ളത്തിലിറക്കാം, മറ്റ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു രീതിയിലുള്ള അതേ വണ്ടികൾ പോകുന്നു. എന്തോ അറിയാവുന്ന ആർമി ട്രക്കുകൾ പോകുന്നുണ്ടോ. ഇത് നമുക്ക് വെള്ളത്തിലിറക്കി എന്തും ചെയ്യാം, ഒരു ടെൻഷനും കാര്യങ്ങളും വേണ്ട. പിന്നെ നമുക്ക് എന്ത് ചെയ്യടാ അലിവിനെ ടയർ അത്ര മോശമാണ്, സൈഡൊക്കെ ചെത്തിപ്പോനെ. ഇത് നേരത്തെ ഉള്ളതല്ലേ? നോക്കിയേ, നേരത്തെ ഉള്ളതാ അല്ലേ ഗൈസ്? അതൊക്കെ നേരത്തെ ചെത്തിപ്പോനെ, അതുകൊണ്ട് അതൊന്നും ടെൻഷൻ അടിക്കാനില്ല കേട്ടോ. ഇതിൻ്റെ PS എത്രയാണ് ഇതിൻ്റെ PS എന്നൊക്കെ നോക്കി വെക്കണം കേട്ടോ. അതായത് പീസല്ല, PS അത് വേറെ ഇത് വേറെ. അതായത് ഇതിൻ്റെ ടയർ പ്രഷർ എത്ര എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് വെക്കണം, അല്ലെങ്കിൽ പാടുപെടും നമ്മൾ. ടയർ പ്രഷർ എത്ര അത് അവനോട് തന്നെ ചോദിക്കാം. എനിക്ക് തോന്നുന്നു എത്രയിൻ്റെ അത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ബാക്കിയെല്ലാം ഏകദേശം ഓക്കെയാണ്. വെള്ളമൊന്നും കുറയുന്നൊന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഓയിലിൻ്റെ അങ്ങനത്തെ പ്രശ്നം, എഞ്ചിൻ ഭാഗത്തൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. ഈ ചെറിയ ചെറിയ ഞൊട്ടുകളൊക്കെ സംഭവങ്ങളാണ് പ്രശ്നങ്ങൾ മൊത്തം. എന്തായാലും നമ്മുടെ ഇലക്ട്രീഷ്യൻ കൈ കഴിഞ്ഞു, ആ കവലപ്പുണ്ട. അപ്പോൾ അവന് പിന്നെ സ്പീഡോമീറ്റർ ശരിയാക്കി തരാൻ പറ്റൂല, ഫ്യൂൽ ടാങ്ക് ശരിയാക്കാൻ പറ്റൂല. അയ്യോ പോയി 6 അടിക്കണം മോനെ. അല്ല നമ്മുടെ ഇലക്ട്രീഷ്യനെ കൈ ഒഴിഞ്ഞു, അവന് സ്പീഡോമീറ്റർ ശരിയാക്കാൻ പറ്റൂല. അവന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ നിങ്ങളുടെ അടുത്ത് പണിയെടുക്കുന്നുണ്ട്, പരമാവധി ഒഴിഞ്ഞു മാറാൻ വണ്ടി എടുക്കാൻ വരുന്നവർ വേറെ ഇലക്ട്രീഷ്യനെ കണ്ടുപിടിക്കാം, വേണ്ട എന്ന് പറയുക. എന്നിട്ട് അവിടെ പ്രത്യേകം വിളിച്ച് പറയണേ, നമ്മൾ ഈ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ല, അതേപോലെ തന്നെ പറയണം കേട്ടോ ഗൈസ്. എന്തായാലും നമുക്ക് സർദാർജി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ചാച്ചി ഇവിടെ റൊട്ടി അടിക്കാം കേട്ടോ. എൻ്റെ പൊന്നെ റൊട്ടി, നല്ല ഒന്നാന്തര ഒതന്റിക് ആയിട്ടുള്ള റൊട്ടി, ചാച്ചാക്ക റൊട്ടി. റൊട്ടി അടിച്ച റൗണ്ട് നോക്കി ഇവിടെ കഴിക്കാനേ ഞങ്ങൾ 2-3 ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, ഈ ഡാല് ചെന്ന രാജമ. നമ്മളങ്ങോട്ട് പറ്റൂല ഗൈസ്. മറ്റേ സാധാരണ ഫുഡാണ് കുഴപ്പമില്ല, ഇതിനെല്ലാം മധുരവും. അല്ല മറ്റോന്റെ ഫുഡ് അടിപൊളിയായിരുന്നേ. പക്ഷെ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവന് രാജമ്മയും പിന്നെ കടിപ്പക്കോട എന്ന് പറഞ്ഞാൽ തൈരിൻ്റെ അത് പക്കോട ഇട്ടുള്ള പരിപാടി, അത് വേണ്ട. നമുക്ക് പോയി കഴിച്ചിട്ട് വന്നാലോ? ഇതാകുന്നോണ്ടും വരെ
സമയമില്ല, 10:15 ഉള്ളൂ. ആ നമുക്ക് കാര്യമില്ല. സർദാർജി ആയേഗ, സർദാർജി സിന്ദാബാ, സർദാർജി സിന്ദാബാ. സർദാർജി വന്നു കേട്ടോ. ഇന്നലെ സർദാർജി ഇല്ലായിരുന്നു. സർദാർജി അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ഇത് ഐസാന്ന് തോന്നുന്നു. ഐസ് എന്തായാലും പുള്ളി വന്നിട്ട് നോക്കട്ടെ. പുള്ളിക്ക് നമ്മൾ ഒരു പാഠപുസ്തകമാണ്. കാരണം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പുള്ളിക്ക് കൊണ്ടേ കൊടുക്കുക. സാധാരണ ആൾക്കാർ എന്താ വിചാരിക്കുക, നശിച്ചവന്മാർ വന്ന് മുടിഞ്ഞെന്ന്. എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമുക്ക് പുതിയത് പഠിക്കാൻ പറ്റുന്നില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ നമ്പറിൽ ദൈവത്തെ ഓർത്ത് വിളിക്കല്ലേ കേട്ടോ. പുള്ളി എന്നെ തെറി പറയേ വെറുതെ, പിന്നെ ഞാൻ പുള്ളിയുടെ വാലിരിക്കുന്ന കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അനാവശ്യമായിട്ട് ആരും കഥ പറയാൻ വേണ്ടി വിളിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടേ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. നിങ്ങൾക്ക് എന്ത് വേണേലും ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ ഇവിടെ വണ്ടി നോക്കി വരുന്നുണ്ട്. നിങ്ങളിവിടെ വിളിച്ച് ശിവത്തിനെ വിളിച്ച് അന്വേഷിച്ചിട്ടേ വരാവുള്ളൂ. എപ്പോഴും ഇവിടെ വണ്ടി ഉണ്ടാവണില്ല. ഒരു ഓപ്ഷനിൽ വണ്ടി വന്നാലേ വണ്ടി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വണ്ടി ഉണ്ടാവില്ല. ഫുൾ ഉണ്ടായിരുന്ന കത്തിപ്പോയി. വണ്ടി സാധാരണ എനിക്ക് തോന്നുന്നു 12 ദിവസം അങ്ങനെ എടുക്കും വണ്ടി പറഞ്ഞാൽ. നമുക്കേ എല്ലാ പണിയും കഴിഞ്ഞ് പെയിൻറ്റിങ്ങിൻ്റെ പണിയുണ്ട് കേട്ടോ. അത് മറന്നു പോകരുത്. ഇതൊക്കെ ഒന്ന് ലെവലാക്കണം. അത് നാട്ടിൽ ലെവലാക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷിന് അടിപ്പിച്ചാൽ മതി, ഒന്ന് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി. ഇതേപോലെ ബ്രഷിന് അടിക്കുക, അല്ല വേറെ വകുപ്പില്ല. ബ്രഷിന് മൊത്തത്തിലൊന്ന് വീശി അടിപ്പിക്കണം. ഇതെല്ലാം ഒന്ന് അടിപ്പിക്കണം. ഈ സ്റ്റാലിൻ്റെ സാധനങ്ങൾ കൊണ്ടുവരണം. ഇവിടെ ചൂട് വന്നു കേട്ടോ. എഞ്ചിന് ചൂട് വന്നു തുടങ്ങി അല്ലേ? ആ, അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നലെ ഞങ്ങൾ ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ആ, ഇതൊന്നും നാട്ടിൽ കിട്ടൂല. അതായത് നമ്മൾ വന്നിട്ട് ഇപ്പം ഇത്ര ദിവസമല്ലേ, 27 ഇതേപോലത്തെ ടീഷർട്ടും 17 നിക്കറും ഇന്നലെ ഞങ്ങൾ അലക്കാൻ കൊടുത്തു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, 1100 രൂപയ്ക്ക് അലക്കി കിട്ടി. നല്ല റേറ്റിന് കിട്ടി. നല്ല റേറ്റിന് സാധനം കിട്ടി. ലീക്കും മറ്റു സാധനങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. സർദാർജി വന്നിട്ടുണ്ട്. സർദാർജിയോട് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ സർദാർജി ശിവത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങി നോക്കണം. കാരണം ഇതിങ്ങനെ കാഴ്ച ബംഗ്ലാവ് പോലെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാ സാധനം അതേപോലെ കാണാം. ഇത് സംശയമൊന്നും വേണ്ട കേട്ടോ ആ കാര്യത്തിൽ. പിന്നെ രാവിലെ തന്നെ പൈപ്പ് മേടിക്കാന്ന് പറ. ഏതാ ആ പുതിയ പൈപ്പ്? ആ, അത് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞേക്കാം. ആ, ഇപ്പം തന്നെ മേടിച്ചിട്ട് വരാം. രാവിലെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ കാണുന്ന ഇതിൻ്റെ അകത്തോട്ട് ഐസ് ഇടിച്ചിടും. അതാണ് പുള്ളിക്കാരൻ്റെ മെയിൻ ഡ്യൂട്ടി. ഐസിന്ന് വെള്ളം ഇപ്പൊ ഐസ് പൂര കഥം. ആ, അതല്ലേ വേണ്ട ഐസ്. ഗൈസ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കേട്ടോ പുള്ളിക്കാരൻ. എല്ലാ ദിവസവും കൊണ്ടുവരും. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടും. എന്നിട്ട് ഇതാണ് ഇവർ കുടിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുമെന്ന് തോന്നുന്നു. ഈ ചൂടത്ത് പിന്നെ എന്നാ ചെയ്യാൻ. ഇന്ന് പക്ഷെ മുമ്പിൽ പോകും കേട്ടോ. ഇന്ന് കാലാവസ്ഥ മോശം. ഇന്ന് തണുപ്പായി ഒന്നില്ലേ ലക്കി ഭയ്യ? आज बारिश आएगा, प्रॉब्लम आएगा. गाइस बारिश होना मुंबई കേട്ടോ. अभी देखो, अभी 10 गाड़ी नेक्स्ट आएगा आपको. 10 गाड़ी आपको सरदार जी का. देखो सरदार जी अभी छोटा है ना, अभी बेड़ा करने के लिए ले लो. क्या स्माइलिंग सरदार जी. ये इधर बेड़ा ये पूरा ले लो हैं रेंट में. मैं सच में बोलेगा, केरला आदमी ज्यादा ऑर्डर करेगा गाड़ी उधर. वो वाले अमीर होंगे ना, हैं? वो पैसा सारा उनको जाएगा ना, हमको थोड़ी जाएगा. क्या काम करने के लिए पैसा मिलेगा ना? हैं? वो डायरेक्ट वाला पैसा नहीं है ना. क्या है? അവർക്കല്ല വണ്ടി വരുന്ന, അവർക്കല്ല പൈസ പോകുള്ളൂ. ओ ये काम, आपका मैकेनिकल काम का पैसा मिलेगा ना. हाँ, ज़्यादा आदमी उधर ऑर्डरिंग गाड़ी. अब आईफोन ले लो, सब कुछ ले लो. क्या सरदार जी स्माइली. इधर ये पूरा ले लो, परसों पे एक्सपांड करो. അല്ലേ ലിവിനെ? അതെ ഗൈസ്, അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വണ്ടി ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുക, വണ്ടികളെല്ലാം വരട്ടെ. ഇതൊരുമാതിരി എന്നാ പറയാ, മറ്റേ ഈ നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രം നിങ്ങൾ മേടിക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തം മേടിച്ചാൽ നമ്മൾ പറഞ്ഞു പറഞ്ഞ് മേടിച്ചാൽ. കാരണം ഇത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ഈ രീതികൾ. നമ്മളിങ്ങനെ അലഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ട് നമുക്കിത് വിഷയമല്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇത് എന്നാ പറയാ, ഇങ്ങനെ ഒന്നും എല്ലാവർക്കും ഷോറൂം കണ്ടീഷനിൽ വേണമെന്ന് ഏജന്റുമാരും ഉണ്ട് കേട്ടോ ചെയ്തു തരുന്നത്. അല്ല, ഇച്ചിരി പൈസ കൂടുതൽ കൊടുത്ത് അവരെല്ലാം എല്ലാവർക്കും ഷോറൂം കണ്ടീഷനിൽ വേണമെന്ന് പറയും. അത് നടക്കൂല. ഇതാണ് എക്സലന്റ് ലുക്ക്. ആ, ഇതിന്റെ അപ്പുറം ഒരു ലുക്കിന് ഇല്ല കേട്ടോ. ഇത് സൂപ്പർ മാക്സിമം. ഇത് ഇപ്പോഴത്തെ ഷോറൂം കണ്ടീഷൻ. ഇതിന്റെ അപ്പുറം ഇനി ഇല്ല. चेक करना ना कि क्या गल है, क्यों नहीं पता कर रहा यार. पैप ਇੱਥੇ ਆ ਮੁੰਡਾ, ਮੇਰੀ ਚੰਡੀਗੜ੍ਹੋਂ ਗੱਲ ਹੋਏ ਕਦੀ ਉਹਦੇ ਨਾਲ. ਉਹ ਕਹਿੰਦਾ ਮੈਂ ਸਾਰੀਆਂ ਪੈਪਾਂ ਦੀ ਵੀਡੀਓ ਕਾਲ ਕਰੀਏ ਮੇਰੇ ਸਾਹਮਣੇ, ਉਹਨੂੰ 10 ਵਾਰੀ ਪੈਪਾਂ ਖੋਲੀਆਂ. ਆਹੋ ਆ ਜਾ ਆ ਜਾ ਆ ਯਾਰ ਆ.
आजा 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 फटाफट ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇത് റായക പോലെ ഓക്കെ, ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഫ്രണ്ടിലത്തെ ലൈറ്റെല്ലാം കത്തിച്ചിട്ട് വിട്ടാൽ മതി കേട്ടോ. ഉള്ളിലത്തെ ഉണ്ട്, അത് നാട്ടിൽ കിട്ടൂല ലൈറ്റ്, ഹൈ റീജിയൻ ലൈറ്റാ, ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ മോർണിംഗ് തന്നെ സർദാർജി പണി തുടങ്ങാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10:35 ആയപ്പോൾ സർദാർജി അങ്ങനെ 4x4 പണിക്കായി കയറിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നില്ല 4x4 തെന്നുന്നുണ്ട്, അത് കംപ്ലൈൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഔട്ട് സൈഡ് കഴുകിയില്ലെങ്കിൽ ഇൻസൈഡ് കഴുകണ്ടല്ലേ, പിന്നെ ഫുള്ള് കഴുകണം. എവിടെയും കൊണ്ടുപോയിട്ട് പണി കഴിഞ്ഞിട്ട് മൊത്തം കഴുകിയാക്കാം. ആ എന്നിട്ട് കൊണ്ടൊക്കെ 2-3 മാറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ഇടാം നമുക്ക്. എന്നിട്ട് നമുക്ക് സ്റ്റിക്കറിങ്ങിന് വെക്കാം. കുറച്ച് സ്റ്റിക്കർ വർക്ക് ഉണ്ട് കേട്ടോ, കുറച്ചേ ഉള്ളൂ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി പിന്നെ ഏകദേശം തീരുമാനമായി. വണ്ടി പിന്നെ ലുക്കാവും. പുള്ളിക്കാരൻ ഓരോന്നായിട്ട് ലക്കിയും പുള്ളിക്കാരനും അങ്ങനെ പരിപാടികൾക്കായി തുടങ്ങിയിരിക്കുകയാണ്. 4x4 കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എന്തായാലും അവർ ഓരോന്നായിട്ട് ചെയ്യട്ടെ. ഇലക്ട്രീഷ്യൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. എങ്ങനെ ആവും എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. വണ്ടിയുടെ ഉള്ളും പുറവും വാഷ് ചെയ്യണം കേട്ടോ. മൊത്തം കരികില ഉപയോഗിക്കില്ല, അത് മൊത്തം അടിച്ച് കളയണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉള്ളു മൊത്തം പൊടിയാണ്, അത് ലെവലാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്, അതൊക്കെ ചെയ്ത് തീർക്കണം. പിന്നെ കുറച്ച് അലങ്കോല പരിപാടികളും അലങ്കാര പരിപാടികളും ലൈറ്റ് ആൻഡ് സൗണ്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഉള്ളിലൊക്കെ ലൈറ്റ് പിടിപ്പിക്കണം. എന്തായാലും സാധനം ഒരു എടുപ്പാട്ടോ, ഒരു സാധനം തന്നെയാണ്. ഇതിന്റെ മുമ്പിലൊന്നും നമ്മുടെ SS നെപ്പോളിയനും ഒന്നും അല്ല കേട്ടോ. ടാറ്റ നോക്കുവാണെങ്കിൽ ലൈലാൻഡ് നോക്കുകയാണെങ്കിൽ ലൈലാൻഡ് ആണ് കാണാൻ ഒരു ഗാംഭീര്യം അല്ലേ. ഗൈസ് ആശാൻ നൈസായിട്ട് എത്തി കേട്ടോ. നൈസായിട്ട് എത്തി, എല്ലാം നോക്കുന്നുണ്ട്. ആ പാണ്ടക്കെട്ട് കാണുമ്പോഴേ എനിക്ക് കല്ലി വരും, കാരണം അതിൻ്റെ ഒന്നുമില്ല. 2 സ്പാനർ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ആശാൻ. എന്നോട് പുതിയ 2 സ്പാനർ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ, നമ്മുടെ പരിപാടി എന്തായാലും നടക്കട്ടെ ഗൈസ്. നമ്മളിനി ഓവർ സംസാരിക്കുന്നില്ലേ. ഓവർ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ പുള്ളി നമ്മുടെ തലയിൽ കയറും. അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നോക്കട്ടെ, അതാണ് നല്ലത് അല്ലടാ ലിബിനെ? അതെന്നല്ല, അവർ പണി തീരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. 4 ചാക്കി വെച്ച് പൊക്കിയിട്ട് എടുത്താൽ കേട്ടോ വണ്ടി. 4x4 എഞ്ചിൻ പോലെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് 4x4. നാട്ടിൽ വാങ്ങാൻ കിട്ടൂല. എന്താ സംഭവം? ഇതെന്താ സംഭവം? ഫുൾ വണ്ടിക്കാരാണല്ലോ. എന്തത്? ഇതല്ല വേണം, നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് വാങ്ങി വെക്കാൻ വേണം. വണ്ടിയുടെ ഫ്രണ്ട് എല്ലാം വെച്ച് വാങ്ങാൻ വേണ്ടി വേണം. ഇതിൻ്റെ സാധനം PP ഉണ്ട്, ചാത്തനുണ്ട്. ഇതൊക്കെ നമ്മുടെ പിള്ളേർ പേടിക്കുവേ വേണ്ടല്ലേ, ഒരു ആവശ്യമില്ലാത്ത പരിപാടിയായി ഇപ്പം. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതെന്താ പരിപാടി എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മുടെ വണ്ടിയുടെ പണി തീർത്തുകൊണ്ടിരിക്കുക ഇവിടെ. ഇലക്ട്രീഷ്യന്മാരും അതുപോലെ തന്നെ നമ്മുടെ മെക്കാനിക്കും എല്ലാം കൊണ്ട് ഉൾപ്പെട്ടുള്ള ഒരു സംയോജിത ഇടപെടലാണ്. ഇതിനെ ഒരു സംയോജിത കൊളാബിക്കേഷൻ ഓഫ് ഇന്റർകൺട്രേഷൻ ഓഫ്. ഇതിനൊരു കവർ വെച്ചില്ല, ബാറ്ററി കൊണ്ടുപോകും കേട്ടോ. എന്ത് ചെയ്യൂടാ? കവർ എവിടെ നിന്ന് മേടിക്കാം, വണ്ടി കാണിച്ചിട്ട് മേടിക്കാം. അല്ലെ മാറിപ്പോവും. അവിടെ ഇടാൻ സ്ഥലമില്ലല്ലോ, അല്ല വിഷയം. ജസ്റ്റ് നോക്കിയിട്ട് മാറ്റി വെക്കണം. ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോകും. ഇപ്പോൾ ശരിയാൻ സാധ്യതയുണ്ട്. ആ കണാരം ഫിറ്റ് ചെയ്ത് തന്നെ എന്തോ സാധനത്തിൻ്റെ ആണോ? അവിടെ എന്തോ തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തോ സാധനങ്ങളൊക്കെ കണക്ഷനും സംഭവങ്ങളൊക്കെ കൊടുക്കുവാണ്. എന്തായാലും കൊടുക്കട്ടെ. നമ്മുടെ ബാഗ് എന്ത് ചെയ്യേ? ബാഗ് ഇല്ല, കയ്യിലില്ല. 2 സാധനമില്ലേ? 2 ഫോൺ. ഗൈസ്, ഇനിയുണ്ടല്ലോ അണ്ണന്മാരൊരു വണ്ടി എടുക്കുന്നുണ്ട്, അതിനുവേണ്ടി സംസാരിച്ചോണ്ടിരിക്കുക. അതിനൊരു 2 ലക്ഷം രൂപ കുറവ് പറഞ്ഞ कितने का है? कितना? कितना का है भैया? कितना है? ले जाओ कितना पैसा बोलो? पैसा बोलो. नहीं पैसा पैसा बोलो. नहीं पैसा बोलो. पैसा बोलो. कितना? हाँ दे दो. हाँ और ये भी എടാ ഒരെണ്ണം മതിടാ. ഏതാണ് ഒരെണ്ണം മേടിക്കുക? ഏതാ വേണ്ട? ഇതാ ഇച്ചിരി കാണാൻ രസം. അത് വേണ്ട, നമുക്ക് പറ്റൂല. ഇത് മതി. ഏത് അത് നമുക്ക് വീട്ടിൽ സമ്മതിക്കൂല കേട്ടോ. അതുകൊണ്ട് ഇത് വെക്കാം. ഇത് നമുക്ക് കരടിയാണെങ്കിലും പറയാലോ. आपका क्या चाहिए? यही चाहिए. आपका दूसरा सामान नहीं, दूसरा सामान यही चाहिए. मुझे भी यही चाहिए. आपका क्या है? चाहिए. मुझे यही चाहिए. एक और दे रहा. क्या चाहिए? यही चाहिए. करेक्ट गाइस, मொத்தം കോമഡി ആട്ടോ. पैसे दे दो. कितना? 50. ये 50 है ना? ओ 100. ഇതിന് അവനെ ഞങ്ങളുടെ പുറകെ നടന്നു കേട്ടോ. എന്നിട്ടൊന്നും കിട്ടിയില്ല. നൈസായിട്ടാണ് ഞങ്ങളെ പറ്റിച്ച് അവൻ മുഖംമൂടി മേടിച്ചു ഗൈസ്. പച്ചക്കായ എന്നാ പച്ചക്ക് അവൻ ഇതും മേടിച്ചു. വെറുതെ കൊടുക്കുവാണോടാ? പൈസ ഉണ്ട്, വെറുതെ ഒന്നും കൊടുക്കും. അവൻ ഊരിക്കൊണ്ട് പോകുന്നതാണ്. എനിക്ക് ചെറിയൊരു ഉന്തുവണ്ടിയിൽ എല്ലാ സമയം എൻ്റെ മൈക്കിൾ ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടല്ലോ അതിൻ്റെ ലിവിനെ കീശ കീറിച്ചാൻ. അല്ലടാ ലിവിനെ?
ലിവിനെ ക്വാളിറ്റി ഇല്ല ഇതിന്. മൈക്കിളുണ്ടായിരുന്നല്ലേ ഇപ്പൊ നമ്മുടെ എന്നെ കീശ കീറിച്ചാണ്. ഇല്ല ക്വാളിറ്റി ഇല്ല. ഞാൻ വരൂല, ഞാൻ ആത്മാർത്ഥം ചെയ്താ. ഓ മതി മതി ഗൈസ്, ഇത് വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ വെറുതെ രസത്തിന് വെക്കാൻ കണ്ണ് കിട്ടൂല. വേണ്ടിയിട്ടാ. കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? നോക്കാം. ഉള്ളി വെച്ചാ പോരാ? ആ ഉള്ളി വെക്കാം. ഗൈസ് കൈ വെച്ചോ. ഇത് മറ്റേ സാധാരണ ഒരു ഇതാട്ടോ, പിന്നെ ഒരു ലെതർ മെറ്റീരിയലാണ്. अच्छा है ना अभी ठीक है ना काम करेगा ഗൈസ് നമുക്ക് നിന്ന് വല്ലതും കഴിച്ചിട്ട് വരാം. കഴിച്ച് ഞങ്ങൾ എന്തെങ്കിലും കഴിച്ച് കീച്ചിട്ട് വരാം കേട്ടോ. ഇതോടെ ഇത് ഉള്ളി വെച്ചാക്കട്ടെ, കടയിൽ വെച്ചേക്കാം. കള്ളത്തിരുവേനി ഗ്രീസ് ഒഴിച്ചു കൊടുത്തവൻ ഇത് മേടിച്ചു കേട്ടാ, തോക്ക് മേടിച്ചു. ആ അടിപൊളി. പൈസ नहीं दिएगा ഓക്കെ ഫ്രീ. इसका हाँ। ये चक्का जाम वाला इसके लिए है ഗൈസ് അവനെ തോക്ക് ഉണ്ടല്ലോ ഗ്രീസ് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് മേടിച്ചു കേട്ടോ. എന്റെ ദൈവം അവന്റെ അടുത്ത് നിന്നാക്കില്ല കേട്ടോ. തുണിയില്ലാതെ പോകേണ്ടി വരും. ഇങ്ങനെ ഉള്ളവരെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ നമ്മൾ വഴിയേ ഉള്ളവരെല്ലാം വില പേശും. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ പോയിട്ട് ഒരു മാളിൽ പോയിട്ട് വില പേശൂല? അവിടെ നമുക്ക് നാണക്കേട്, ഇവിടെ പോയിട്ട് വില പേശുക നമുക്ക് നാണക്കേടില്ല. ഇങ്ങനെ ഉള്ളവർക്ക് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ സഹായിക്കണം. एक बार मेरा देखेगा मेरा गाड़ी. हाँ ठीक है വന്നു തന്നെ വാ. വാഗ്ദാനങ്ങൾ മാത്രം, ഒന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ. 100% ഉറപ്പാണ്. ഗൈസ് നമ്മൾ എത്തി കേട്ടോ. ഒന്ന് കീട്ട് നോക്കി അറിയാം. എന്തോ സാധനം ഊരി. ഇതെന്താ ഊരിയേ? എന്താ ഊരിയേ? 4x4 എന്താ സാധനം ഊരിയിടാം. അതായത് ഒന്ന് കീട്ട് നോക്കട്ടെ കേട്ടോ, സംഭവം എന്താണ് അവസ്ഥ എന്നുള്ളത്. കയറല്ലേ, അടിയിൽ ആൾക്കാർ നിൽക്കുക, വണ്ടി മുന്നോട്ട് ഇങ്ങ് വരും. അത് പറഞ്ഞിട്ട് കയറിയാൽ സ്റ്റാർട്ട് ചെയ്യണ്ട, ഇതൊന്ന് കീട്ട് നോക്കാം. അതാ ഇതായി പോയാലും ഇത്രയും പേര് ഇവിടെ ഇരിക്കുമല്ലേ, പറഞ്ഞിട്ട് കയറിയാൽ മതി. ഇനി അടുത്ത് നമുക്ക് വേണ്ട വെച്ചാൽ ബാൾട്ടറിയുടെ കവർ മേടിക്കണം ഇന്ന് തന്നെ. അത് അവിടെ ഉണ്ട് വരണം, അല്ലെ പുതിയത് മേടിക്കണം പഴയതിൻ്റെ. എവിടെ? അവിടെ പറഞ്ഞ ഇരിപ്പുണ്ട്. അത് പുതിയതല്ലേ, നമുക്ക് വേണ്ട പഴയതിൻ്റെ. പുതിയതിൻ്റെ എങ്ങനെ ഇരിക്കുന്നേ? എല്ലാം ഒന്ന് തന്നെയാ. ഇതിന് മൊത്ത കവറാണ് വരുന്നത്. മൊത്തത്തോടെയാ? ഇതിന് മൊത്തത്തോടെയുള്ള കവറാണ് വരുന്നത്. പഴയ തന്നെയാ. ബാറ്ററി കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ഒരെണ്ണം ഇരിപ്പുണ്ട്. ബാറ്ററി കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അടിക്കാൻ തോന്നും അല്ലേ? ആ, മൊത്തത്തിലുള്ള സാധനം വെക്കണം. മൊത്തത്തിലുള്ള കവർ മേടിക്കാം. കിട്ടും. പ്രഷറോ എന്തോ സാധനം കേട്ടോ മാറ്റിന്നേ. അതാ അതിൻ്റെ സാധനം അതെന്തോ കംപ്ലൈൻറ്റാ ആണോ? അതെന്നാന്ന് അറിയത്തില്ല. അതിൻ്റെ സാധനം എന്നാ? അത് അറിയത്തില്ല, നോക്കാം. പിടുത്തോണ്ടല്ലോ. ആ ഇതിനകത്ത് എന്തോ പാനം പോയിട്ടുണ്ട്. അതാ വയറിങ്ങും എടുക്കുന്നുണ്ട്. ചക്കരേഖ വെയിറ്റ് ചെയ്യാനാ? വെയിറ്റ് ആയിട്ട് എല്ലാം ചെയ്തിട്ട് നമ്മൾ പോകുന്നല്ലോ കേട്ടോ. ഇതന്നെ ആ 2 പൈപ്പുകൾ മാറ്റണ്ടേ? പറയണ്ടേ, എന്നിട്ട് വേണം പോകാൻ വേണ്ടി. 3 പൈപ്പ് കേട്ടോ, മേടിച്ചിട്ട് വരാം. അതായത് ഇവരോട് പോയി മേടിച്ചിട്ട് വരാൻ പറയാം. റേഡിയേറ്ററിൽ നിന്ന് പോകുന്ന 2 പൈപ്പ്. ഇവിടെ എന്നാ പനിക്കുന്നത് അതൊന്നും ചോദിക്കണ്ടേ? ആ ഈ ടയറിൻ്റെ അവിടെ. പിന്നെ റേഡിയേറ്ററിന് പോകുന്ന 2 പൈപ്പ്. പിന്നെ അതേപോലെ തന്നെ മറ്റേ ഇത് എടാ മറ്റേൻ്റെ പേരിനടാ പമ്പിൽ നിന്ന് ഡീസലിലേക്ക് പോകുന്ന പൈപ്പ്. ആ ഇവിടെ അല്ലേ? ആ ഒരു സ്ഥലത്തിന് മാത്രം പനിപ്പുണ്ട് കേട്ടോ. സീൽ എന്തെങ്കിലും പോയതാണോ? നീ പ്രശ്നമല്ലേ? ഭർത്താവായിട്ട് കൊണ്ടുപോയിട്ടോ വണ്ടി. വണ്ടിയുള്ള പാർട്സിന് പ്രശ്നമില്ല കേട്ടോ. ഈ വണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയുടെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടിയിൽ ഒരാളുണ്ടോ ഊരുന്ന സാധനം. അതപ്പം ഇലക്ട്രീഷ്യൻ വെച്ച് പണിയില്ലേ, നമ്മൾ ശരിക്കും പറയാനുള്ള ജീവിതത്തിനോട് പറഞ്ഞിട്ട്. അപ്പം ഇലക്ട്രീഷ്യൻ ഇവിടെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ ഇവൻ മുള്ളയിലാണ് നിൽക്കുന്നത്. ഇവിടെ 5 മിനിറ്റ് ഇരിക്കും, അവിടെ 5 മിനിറ്റ് ഇരിക്കും. അവരറിയുന്നില്ലല്ലോ ഇവനെ. ശിവ ഒന്നും അറിയുന്നില്ല. ശിവ എന്നാ പറഞ്ഞു ഇവിടെ പണിയെടുക്കാൻ വേണ്ടി വിട്ടിട്ട് ഇവന്റെ വർക്ക്ഷോപ്പിൽ പണിയെടുക്കും, ഇവിടെയും വരും. എന്നിട്ട് ഞാൻ അവിടെ പോയാക്കോ എന്ന് പറഞ്ഞ് വിളിച്ചു പറയും. ഇതിപ്പോ ഞങ്ങളെല്ലാ സൂക്കേടും അങ്ങ് മാറ്റി കൊടുത്തു. എല്ലാം വേറെ ഉടായ്പ മാറ്റി വിളിച്ച് അടക്കം ഞങ്ങൾ ഇട്ട് അങ്ങോട്ട് കൊടുത്തു. കുഴപ്പമില്ല. ഇവിടെ വണ്ടി ഉള്ളതുകൊണ്ട് പാർട്സിന് പഞ്ഞൊന്നുമില്ല. എന്ത് കുറവുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. നാട്ടിൽ ഓടി ചെല്ലുമ്പോൾ ബുഷുകളൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ. ഉറപ്പായിട്ടും മാറേണ്ടി വരും. ബുഷുകളും മറ്റു സംഭവങ്ങളും വരണം. സർദാജി തെറിയാണല്ലോ അവിടെ. എന്നാണാവോ അത്? അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവനെ തെറിയാ, ഇലക്ട്രീഷ്യനെ തെറിയോ? എന്താ സാധനം കറക്റ്റ് ആവുന്നില്ല. അതെ നല്ല തെറിയ വിളിക്കുന്നത്. ഇതാ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൻ്റെ അഭിപ്രായവും പറയുന്നുണ്ട്. ഇതാ നോക്കി, ഉടായ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഉടായ്പ ഞാൻ ജമ്മത്ത് കണ്ടിട്ടില്ലല്ലേ. ഇവനെ ഊടല്ല ഉടായ്പല്ല. അവൻ നമുക്കൊരു പണി തരും കേട്ടോ, ശ്രദ്ധിക്കണം. അവൻ ചെയ്തതല്ല എന്ന് വേറെ ആൾക്കാരെ കൊണ്ട് നോക്കിക്കണം. അവൻ അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ വർക്കായാലും ദൈവത്തിന് അറിയാം കേട്ടോ. അടുത്ത് കീടുമ്പോൾ അറിയാമല്ല. പറയും 20 വണ്ടി, അതായത് നിങ്ങളുടെയല്ലേ പറഞ്ഞു എന്നോട് 20 വണ്ടി ഞാൻ പണിത് വിട്ടു. അതൊക്കെ കുഴപ്പമുണ്ടായിട്ടാണ് ഇവിടുന്ന് പോയത്. ഞാൻ പറഞ്ഞു അത് എനിക്കറിയത്തില്ല, അവർക്ക് അവർ നോക്കാത്തതുകൊണ്ടായിരിക്കും. നമ്മുടെ വണ്ടി എന്നെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ആദ്യം ആവശ്യത്തോടെ വണ്ടി എടുക്കുമായിരുന്നു. ഒരു വണ്ടി കണ്ട് അന്ന് അവിടെ പൈസ കൊടുക്കും, ആവശ്യം വണ്ടി ഒന്നും നോക്കുകയായിരുന്നു. ആവശ്യം കണ്ടിട്ട് പണി കിട്ടി നമുക്ക് പഠിച്ചു. ഇതവനെ വെറുതെ മറ്റേ പയറുവള്ളി വലിക്കുന്ന പോലെയൊക്കെ ലൈൻ വലിച്ചു. അതൊക്കെ വലിയ
വലിയ വിഷയമായി ആരെങ്കിലും തൂങ്ങി കിടക്കും നോക്കി. ആരെങ്കിലുമൊക്കെ പുറത്തൂടെ ഒക്കെ ലൈൻ വലിക്കുവോ? എന്തായാലും അവിടെ തെറിയേക്കാൻ പോവാ. നല്ല ലൈവ് പഞ്ചാബി തെറിയേക്കാൻ പാ. ഇതെന്തോ സാധനം വർക്കിംഗ് അല്ല കേട്ടോ. ഇതന്നെ നീ ഇവിടെ അവരെ കാണിക്കാൻ വേണ്ടി വെച്ചാക്കുന്ന ഏതാ ഇത്? അതവിടെ ഇരുന്നോട്ടെ, അതവിടെ ഇരുന്നോട്ടെ. വിഷയിൽ എന്ന് പറയുന്നത് അതിന്റെ ബുഷ് മാറ്റണം. സ്പെയർക്കാ ഗാഡിയെ സ്പെയറിന് അതിന്റെ ഒരു സ്പ്രിങ് ഉണ്ട്, അതിനാ സ്പ്രിങ് ഇല്ലായിരുന്നു. ഈ സ്പ്രിങ് ഉണ്ടോ? നാളെ കഴിഞ്ഞായിട്ട് പോവാ. 4x4 ആയിക്കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞായിട്ട് പോവാ. നാളെ പോകാൻ പറ്റുമല്ലോ. നാളെ ഇലക്ട്രിക്കൽ വർക്ക് ഇല്ല നമുക്ക്. കുത്തി നോക്കട്ടെ. ശരിയായടാ. മൊത്തമായി ഇല്ലല്ലോ. ഫ്യൂൽ മീറ്ററും ശരിയായില്ല, ക്യാബിൻ പ്രഷറും റെഡി ആയിട്ടില്ല. ഹീറ്റ് ഓക്കെയാണ്, പിന്നെ എയർ ഓക്കെയാണ്, ബാറ്ററി ഇത് ഓക്കെയാണ്. അതില്ലല്ലോ. അവന് പണി അറിയത്തില്ല, വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കണം. പണി അറിയത്തില്ല, അതും കൂടെ മാത്രമേ ചെയ്യാനുള്ളൂ. ഇവിടെ വേറൊരു ഇലക്ട്രീഷ്യൻ ഉണ്ട്. ഇവൻ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ ഇലക്ട്രീഷ്യനെ പോയി കാണുന്നു. ആ ഇലക്ട്രീഷ്യനെ കണ്ടതിന് ശേഷം നമ്മൾ അയാളോട് കാര്യങ്ങൾ വിശദമായി ഒരു ഡോക്ടറിനോട് പറയുന്ന പോലെ പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് എന്താണോ വേണ്ട ആ കാര്യം ചെയ്യുക. കാരണം വണ്ടിയുടെ പിന്നെ ഫ്യുവൽ മീറ്റർ, പിന്നെ ഇത് ഓയിൽ പ്രഷർ മീറ്റർ, ഇതൊന്നും കറക്റ്റില്ല. എടാ എനിക്കിപ്പോൾ സംശയമുണ്ട് കേട്ടോ ലിവിനെ, ഈ കാണുന്ന ഓയിൽ പിന്നെ ഹീറ്റ് മീറ്റർ കറക്റ്റ് ആണെന്നുള്ളത്. ഒട്ടും മേലോട്ട് വരുന്നില്ല. ഹീറ്റ് മീറ്റർ വർക്കാണെന്നുണ്ട്, പക്ഷെ സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയല്ല ഇപ്പോൾ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ ലാസ്റ്റ് ഉൾട്ടയല്ലേ സംഭവിക്കുന്നത്. എന്തായാലും തുണി അലക്കിച്ചത് നന്നായി കേട്ടോ, കൂടുതൽ ദിവസം നിൽക്കാമല്ലോ. അല്ലാതെ നമ്മൾ പെട്ടുപോയാൽ കേട്ടോ. പിന്നെ ഈ ടാങ്കും വർക്കിംഗ് ആണോ നോക്കണം. ഇതിൻ്റെ ഇത് സെൻസർ പൈപ്പ് മൊത്തം മാറ്റിയാലോ? ഇതെന്തായാലും പൊട്ടും. അതല്ല അതിൻ്റെ വേറെ സാധനം, അതാ ലാസ്റ്റ് പറയാം. പുള്ളി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. വാ, ഇപ്പം വെള്ളം വീഴുന്നില്ലല്ലോടാ അതിന്. നിൽക്കട്ടെ, ഇതിൻ്റെ അടിയിൽ നോക്കിയാൽ ഇന്നലെ മഴ പെയ്തല്ലേ ഹോളിനകത്തോടെ വെള്ളം വീഴുന്നില്ല കേട്ടോ. ഫ്രണ്ടിൽ കൂടെ ആ വെള്ളം. അപ്പം നീ പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ വെള്ളം വീഴുന്ന സാധനമല്ല. അല്ലെന്നേ, ഞാൻ അതല്ല പ്രത്യേക തുണി കേട്ടോടാ. ആ ഫ്രണ്ടിലത്തെ ഫാൻ ബെൽറ്റിൻ്റെ അകത്തോടെ ഇപ്പം വെള്ളം ലീക്ക് ഉണ്ടോ ഓടിയാലും അറിയാം. ഏത് മോനെ ഇത് തുറന്നു കൊടുക്കും കേട്ടോ. ഇതെന്തേലും സെറ്റ് ചെയ്യണം. ഈ സാധനം ഓർക്കണേടാ ലിവിനെ. ഈ സാധനം മാത്രം ഇവിടുന്ന് എന്തെങ്കിലും ഇട്ടൊന്ന് കെട്ടി വെക്കാം. അതാ നല്ലത്. ഇനിയും പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർ തലേ കൈ വെക്കും കേട്ടോ. കമ്പിയൊക്കെ ഞങ്ങൾ പിന്നെ പറഞ്ഞില്ല. ഇതിൻ്റെ ഏതാ ഈ കമ്പി? ഇതിൻ്റെ ഇതല്ലേ? ഇതാണ് നമ്മുടെ വണ്ടി. നിങ്ങൾ നോക്കൂ, ഇങ്ങോട്ട് വരൂ, ശ്രദ്ധിച്ച് നോക്കൂ. അതായത് 15 ആ വണ്ടിയുടെ ഒരു വീട്ടുപേരുടെ സാധനങ്ങൾ മൊത്തം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിലേക്ക് ആക്കി. വേറെ വണ്ടി ഇല്ലാതായിപ്പോയി. അല്ലാതെ ഞങ്ങൾ ഇവിടെ ഷോറൂം കണ്ടീഷൻ വണ്ടി കൊണ്ടുപോയി പെയിൻ്റ് അടിച്ചത് കണ്ടോ. അതാണ് ഇപ്പോൾ ഈ വണ്ടിയിലെ സാധനങ്ങളെല്ലാം ആശ ഊരു കേട്ടോ. ഇത്ര നേരം അവനെല്ലാം സൂപ്പറാന്ന് പറഞ്ഞ വണ്ടിയാ. ഇപ്പം എല്ലാം അവനൊന്നും സൂപ്പറും അല്ല. അല്ലാടാ ഇവനെ ഈ സാധനം നമുക്കില്ല കേട്ടോ. ഏതാ എന്താ ഇത്? ആ ജാക്കറ്റ് നോക്കി. നമുക്കത് ഇല്ലെങ്കിൽ നമ്മളത് സ്വന്തമാക്കണം. ഉണ്ടാവും ഇല്ലടാ, ഉണ്ട്. അതല്ലേ അതില്ല, പക്ഷെ അതിൻ്റെ ലോക്കില്ല. എന്നാൽ ലോക്ക് എടുത്തു. പിന്നെ വേറെ എന്നാ വേണ്ട? നീ ഒന്ന് നോക്കണം ഇവനെ. പക്ഷെ നന്നായിട്ട് ഷോപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കാര്യമുള്ളൂ. എല്ലാ സാധനവും ഉണ്ടാവും അല്ലല്ലോ ഇവനെ. അതെ. ഇതിന് മറ്റേ ഇതുണ്ട് കേട്ടാ. ഇതിൻ്റെ ഇത് കട്ട് ചെയ്ത് കേട്ടാക്കോ. ഇതിൻ്റെ ഇത് ഇത് ബെൻഡാടാ, അടിച്ച് ബെൻഡാക്കി കളഞ്ഞു. കാര്യമില്ല. ബെൻഡ അതൊക്കെ എന്തിനാ? വേറെ എന്നാ ഉള്ളത്? നമുക്കുള്ളതും ഇതിനില്ലാത്തതും എല്ലാം മറ്റേ ഇത് മേടിക്കണം കേട്ടാ. താക്കോല് 5-6 താക്കോല് മേടിക്കണം. അതിൻ്റെ കാര്യം മേടിക്കണം അറിയാമോ? അത് നടക്കൂല. 1 2 3 ബാ 3 ഇതൊക്കെ ഹോളായല്ലേടാ? അത് ഹോളായി. ഇനി അടിക്കണം അവിടെ ചെന്നിട്ട്. എല്ലാം വേറെ പീസ് വെച്ച് അടിക്കണം. ബാ, ഇപ്പം എത്ര താക്കോല് നമ്മൾ ഉറപ്പിച്ച് 3 അല്ലേ? പിന്നെ ഇയാളോട് സലോട്ടെ പൊട്ടിച്ച് വെച്ചേക്കുന്നത് വയറായിരിക്കും. എല്ലാം തട്ടിക്കൂട്ട് പണിയാ കേട്ടോ. പോക്കോ 6 അടിച്ചോ. ഇനി അത് 4 5 6. എടാ ഇത് ലിവിനെ, ടാങ്കിൻ്റെ അടിയിലെ സാധനം അവിടെ ഉണ്ടോ നോക്കുമ്പോൾ അടിച്ചു. ടാങ്കിൻ്റെ അടിയിൽ ഒരു പൈപ്പ് ഉണ്ട്. വെള്ളം നിൽക്കുന്ന സാധനം അല്ലേ? ഉണ്ടാവൂല. അതിനാ പഴയ ടാങ്കാ, പുതിയ ടാങ്ക് വ്യത്യാസം ഉണ്ടാ. ഉണ്ടാ ലിവിനെ ഉണ്ടാ. അതും ഊര് വെള്ളം വരുന്നതാ. ഊരവനെ അത് നീ നോക്കിയൊന്ന്. എനിക്ക് മനസ്സിലായി. ഞാൻ വെള്ളം വരുന്നു കാണുന്നുണ്ട് ഇവിടുന്ന്. ഇതൊക്കെ ഇല്ല നമുക്ക്. ഉണ്ടോ നോക്കട്ടെ. നോക്കിയേ, മേലത്തെ ഡക്കനുണ്ടോ നോക്കട്ടെ. ഇതിനകത്ത് വെള്ളം പിടിച്ചു വെച്ചാൽ ആ സൈഡാ കേട്ടോ. ആ സൈഡിൽ നിന്ന് വേണം നോക്കാൻ വേണ്ടി. മേളത്തെ ലിവിനെ
കക്കനുണ്ട്, അടപ്പുണ്ട്. ലിവിനെ? അടി മാത്രം ഇല്ലാത്ത. അതിൽ വെള്ളം പിടിച്ചു വെച്ചാൽ പാത്രം സൂപ്പറായിട്ട് കഴുകാം. എടുക്കുക, അതിന് അടി എടുക്കുക. മേളുണ്ട്. ഇവിടെ മുതൽ ജോയിന്റ് മുതൽ മാറ്റണം. ലക്കിയോടെ അതിന് സ്പാൻഡർ ചോദിക്കട്ടെ. ലക്കോട് ചോദിക്കേ മൊത്തത്തോടെ ഇങ്ങെടുക്ക്. ശരി കേട്ടോ, വെള്ളത്തിന് എവിടെ നെണ്ടി കിടക്കണ്ട. അതിൻ്റെ അകത്തോടെ കൊഴിച്ചിട്ടാൽ മതി. പാത്രം കഴുകാനും വണ്ടി കഴുകാനൊക്കെ ആയിട്ട് വെള്ളം കിട്ടും. പിന്നെ നമ്മളെ ടെൻഷൻ അടിച്ച് നടക്കണ്ട. സാധനം ഉരി കിട്ടി കേട്ടോ, രക്ഷപ്പെട്ടു. വെള്ളമില്ലായിരുന്നല്ലേ? പിന്നെ ടെക്നോളജി എങ്ങനെയാണെന്ന് അറിയാമോ? കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അടി മറ്റേ സാധനം ഇടണം. ഇതൊക്കെ ഇടാം. ഇതുണ്ട്, ഇങ്ങനെ ഞെക്കുമ്പോൾ വെള്ളം വരും. അപ്പോൾ അത് ഊരിക്കണം. അതങ്ങനെ ഊരും. വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ സാധനങ്ങളും ഒരു ഞെട്ട് വരേണ്ട അതുവരെ എടുക്കണം കേട്ടോ. എന്നാലേ വണ്ടി വൃത്തിയായി കിട്ടുള്ളൂ. നമ്മൾ നാണം വിചാരിച്ചുകൊണ്ടിരുന്ന ഈ സാധനം കിട്ടും. അത് ഊരാൻ പറ്റുമോ? നോക്കുക. കിട്ടും അതിനുള്ള. അപ്പോൾ അതിന് മേളത്തെ സാധനം എടുക്കുക. ഞാൻ സദാജിയുടെ സ്പാൻഡർ സെറ്റ് അടിക്കട്ടെ. നമുക്ക് അതിൻ്റെ മേളിൽ നിന്ന് ഊരാൻ പറ്റുമോ? ഇല്ല. ഇവിടുന്ന് അപ്പം പറയും ഇത് ഇവരുടെ പണിയല്ല പ്ലംബറിൻ്റെ പണിയാന്ന് പറയും. ഇവരുടെ പണിയല്ല പ്ലംബറിൻ്റെ എന്ന് പറയും. എത്രേൻ്റെ വേണം? ചോദിക്കാതെ തെറി പറയാമോ? ദൈവത്തിനറിയാം. അവിടെ തിരിച്ചു വെച്ചാൽ മതി അല്ലേ? ആ സാധനം ഒന്ന് തിരിക്കാം. ലക്കിനോട് നൂരി തരുമോ? ലക്കി ഏക്ക് ലക്കി ആവും ലക്കി പോയി തരും. ലക്കി ഇത് നൂരി തരുമോ? छोड़ दो। ये वाला डालने के लिए സർദാർജി ഇത്ര വലുത് വേണം കേട്ടോ. കിട്ടുമോ? ഓ കിട്ടിയാ അടിക്കാൻ വേണ്ടി അടിച്ചു വരും. അപ്പോൾ അത് പോയി കേട്ടോ, മറന്നേക്കും. ഇല്ല കിട്ടിയോ? ടാപ്പ് റെഡി. അത് കൂടെ ഒന്ന് കൊടുത്തേക്ക്, പുള്ളിക്കാരൻ ഫിറ്റ് ചെയ്ത് തരും. അത് അപ്പുറം കൊണ്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ. ഏതാ ഊരി എന്ന് പറഞ്ഞാലും അപ്പുറം കൊണ്ട് ഫിറ്റ് ചെയ്യാം. എടുത്താലും മാന്യത കാണിക്കണം. അതെ, എന്ത് സാധനം എടുത്താലും അത് മാന്യതയോടുകൂടി കൊണ്ടുവെക്കണം. ലക്കി ഉദർ ഫിറ്റ് കരേക. അതിൻ്റെ 2 സാധനം കുറവാണ് ഇവിടെ. ഇതുകൊണ്ട് അവിടെ ഫിറ്റ് ചെയ്യാം കേട്ടോ. അവന് സാധനം കുറഞ്ഞു പോകും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ശ്രദ്ധിക്കണേ. പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടൂല. പിന്നെ ജെറിക്കാൻ ഞങ്ങൾ ഇവിടുന്ന് എടുക്കുന്നില്ല. ജെറിക്കാൻ ഞങ്ങൾ പുതിയത് വാങ്ങും. അത് ചൊവ്വാവില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സാധനമാണ്. പുതിയതിൻ്റെ പൈസ കൊടുക്കണം ഇവിടെ, പഴയതിന് കൊള്ളുകയോ ഇല്ല. അതേമാതിരി 2000 രൂപ അടുത്തേ ഉള്ളൂ ജെറിക്കാനിന്. ഇതുകൊണ്ടുള്ളൂ പിന്നെ ഓരോന്നായിട്ട് അവർ ഊരിയെടുക്കുക. നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നെങ്കിൽ ഊമ്പിയാണ് അല്ല. ഇത് ചെയ്ത് ശീലമുണ്ടല്ലോ, നമ്മളിത് ചെയ്ത് ശീലമില്ലല്ലോ. അതിന് മേളത്തൊരു സാധനമുണ്ട്. അതിൻ്റെ സാധനം അവിടെ നിന്ന് ഊരിയിട്ട് കിട്ടിയില്ല. അതും കൂടെ ഊരി ഇപ്പോൾ സെറ്റാക്കി നമ്മൾ വിടും. ഏത് ഇതുകൊണ്ട് തിരിച്ചുകൊണ്ടോക്കട്ടോ കേട്ടോ. അതുകൊണ്ട് തിരിച്ചുകൊണ്ട് വെക്കും. ഇത് തിരിച്ചു വെക്കണം. അത് തിരിച്ചു വെക്കുക. വേറെ എന്തായാലും ഉള്ള ഒന്ന് ലുക്കിൻ ഏറ്റവും നല്ല വായി നോക്കാൻ അറിയുന്നവർക്ക് ഏറ്റവും നല്ല വണ്ടി കിട്ടും. വേറെ എന്താന്നുള്ളത് കണ്ടുപിടിക്കണോടാ. ഒക്കെ തിരിച്ച് കണ്ടു. ഇതെന്തായാലും നമുക്ക് ആവശ്യമാണ്, അല്ല ഞാൻ എടുക്കൂലായിരുന്നു. കാരണം നമുക്ക് ഭക്ഷണമൊക്കെ വെച്ചല്ലേ പോവുക. അപ്പോൾ നമ്മൾ അപ്പനെ ആണല്ലോ. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 2 പ്രാവശ്യം പാത്രം കഴുകാനുള്ള വെള്ളം ഇതിൻ്റെ അകത്ത് കിട്ടും. 2 ഒന്നുമില്ല, അതിന് മേളിൽ കിട്ടും. ഇത് എത്ര ലിറ്ററാടാ? ഇതെനിക്ക് തോന്നുന്ന കുടിവെള്ളം കേട്ടോ പട്ടാളക്കാരുടെ. 50 ലിറ്ററിന് മേളിലുണ്ട്. ഇത് പട്ടാളക്കാരുടെ കുടിവെള്ള സംഭവമാണ് ഈ സാധനം. 50 ഒന്നുമല്ല, 50 കറക്റ്റാണ്. 50 ലിറ്റർ അടുത്ത് വെള്ളം കിട്ടും. അപ്പോൾ അത് സെറ്റായി. ഇത് നമുക്ക് കിട്ടിയില്ല. പോട്ടെ, അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് സംഭവം എന്നറിയാം, ഇത് നമ്മൾ ഊരിച്ചാലും ഇത് ലോകയായിരുന്നു താല്പര്യം. ഏതാ വെഹിക്കിൾ ഫാക്ടറി ഫ്രം ജബൽപൂർ. ഇത് കണ്ടോ? അതെവിടെ നിന്ന് കിട്ടും? ഇനി കിട്ടൂല. സ്റ്റാലിൻ്റെ ആ സാധനമൊക്കെ മാറ്റണം ലിവിനെ. അതെല്ലാം ലെറ്ററൊക്കെ ഒന്ന് മാറ്റി പുതിയ ലെറ്റർ അടിക്കണം. അത് മേടിച്ചോണ്ട് പോവാം. പണിയല്ല കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ഒട്ടിക്കാം. നല്ലത് അല്ലേ? ഇവിടുന്ന് മൊത്തം പൊട്ടിച്ചു സാധനം സെറ്റ്. പിന്നെ വെള്ളം ഒഴിക്കണോ? അതിനാ ഞാൻ ഇത് കണ്ടോ, ഇതിങ്ങനെ തുറക്കുക, എന്നിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് പരിശോധിച്ച് നോക്കണം. പരമാവധി വണ്ടി വെയിറ്റ് കയറ്റണം കേട്ടോ, അല്ല ഓടിക്കാൻ സുഖം ഉണ്ടാവില്ല. എന്തൊക്കെ കയറ്റാം അതൊക്കെ കയറ്റണം. വെയിറ്റ് ചെയ്യണം. ഒരു 200 കിലോ കയറ്റാൻ പറ്റുമായിരുന്നു. സംഭവം കളം ഒന്നും ഇല്ലല്ലോ. അതേസമയം ഇത് ഇവിടെ വെള്ളം ഒഴിക്കുന്നു. ഇച്ചിരി ഒഴിച്ചാൽ മതി കേട്ടോ. ഈ ബക്കറ്റ് ഒഴിച്ചിട്ട് സർദാർജിക്ക് പിടിച്ചു കൊടുക്കുക. എന്താ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത്. എന്താണേലും നമുക്ക് മസ്റ്റാ. എല്ലാ പമ്പിൽ വെള്ളം കിട്ടും.
പിന്നെ പമ്പി വെള്ളം കിട്ടിയില്ലേ തന്നെ മറ്റേ ഇത് ക്യാൻ വെള്ളം കിട്ടും. എടാ ഇത് നിർത്തുമ്പോൾ നമ്മൾ എവിടെ നിർത്തും? ആ ഇങ്ങോട്ട് വന്നോളൂ. ഇനി ഞെക്കി നോക്കിയേ, വരുന്നുണ്ട്. മതി, സെറ്റായി. ലീക്കുണ്ടോ നോക്കാൻ വേണ്ടിയാണ്. ഇനി അഴുക്കോളം കയറ്റണ്ട. അതിനാ ഇതെന്തായാലും ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കഴുകണ്ട, മൊത്തം കഴുകണം. ഒരു ട്രിപ്പ് വെള്ളം ഒഴിച്ചിട്ട് മൊത്തം തുറന്നു കളയണം. ഞെക്കണ്ട വരും ഇന്ന്. നമുക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റൂല. ഞെക്കൊന്നും വേണ്ട, ഇത് ഇങ്ങനെ പിടിച്ചാൽ മതി. അല്ല ഞെക്കുവെന്ന് പറയുന്നേ. ആ ഞെക്കണം. ഞാൻ വെച്ചത് ഇങ്ങനെ പറയുന്നത്. ഞെക്കാതെ വെള്ളം കിട്ടൂല. കുടിക്കാനുള്ള ഫോഴ്സ് ഉള്ളൂ കേട്ടോ, അല്ലാതെ കഴുകാനുള്ള ഫോഴ്സ് കിട്ടൂല. ഇതിനകത്ത് കഴുകണേൽ വൈകുന്നേരം നിന്ന് കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ മെഗാ സീരിയൽ പോലെ തീരുള്ളൂ. സർജാതി തെറിയാണല്ലോ അവനെ. ആരെയാ? അവനെ ഇലക്ട്രീഷ്യനെയാ? ആ ഉറപ്പാ? ആ ചൊവ്വാന്നില്ലടാ. പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്നാന്ന് കൂടാന്ന് ഇലക്ട്രീഷ്യൻ സർദാജി ഉടക്കിന്ന് വന്നേ. പമ്പും തുറി അടിയില് എടാ പറയുന്നൊന്നും കറക്റ്റല്ല. നമ്മൾ വിചാരിച്ചു നമ്മളെ പൊട്ടനാക്കി വിടാന്ന്. ആ സാധനം ഇവിടുന്ന് ക്ലീൻ ആക്കിക്കുന്നുണ്ട്. സാധനമൊക്കെ ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. ആണോ? അത് നമ്മൾ മറ്റവനോട് പറഞ്ഞില്ലേ കാര്യം? നമ്മൾ പറ്റിക്കാൻ നോക്കിയില്ലടാ. എല്ലാം ശരിയായി. നിങ്ങൾ വണ്ടി എടുത്തോ, എനിക്കുള്ളത് തന്നോളാം. അവനുള്ള തരാം. 3000 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ 3000 രൂപ. അല്ല സോറി 5000 രൂപ ഞങ്ങൾ കൊടുക്കാനും തയ്യാറായി. നിങ്ങളെ വീഡിയോ കാണാൻ തന്നെ ഞങ്ങൾ കുറേ പേർക്ക് കുറേ പൈസ വീഡിയോകൾ കൊടുത്തിട്ടുണ്ട്, പല ഇതിന്. അതൊന്നും നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കും. അതേപോലെ അവനും കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവന് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. എന്തെങ്കിലും ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയ വണ്ടി വഴി മറ്റേ സാധനം മേടിക്കണ്ടേ? എന്നാ ആ മടിക്കുന്ന സാധനം ഫയർ സിസ്റ്റമല്ലേ? എന്തായാലും മേടിക്കണം. അതെന്തായാലും മസ്റ്റുള്ള സാധനം മേടിക്കണം. എന്തായാലും നോക്കട്ടെ കേട്ടോ. എന്തായാലൊക്കെ ആവും. ഇപ്പം കുറച്ച് നേരത്തിന് മുമ്പ് കണ്ടോ. അതായത് ഊരി ഈ വണ്ടിയുടെ ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ ഊരി. അവിടെ ഇവിടെ എണ്ണ ഓഫ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അല്ലേ? ഇവിടെ എന്തൊക്കെ പരിപാടി മേലോട്ടൊക്കെ കഴിഞ്ഞ് ഓഫ് ആവും. ഇത് ഓഫ് ഇതന്നെ ഇങ്ങനെയൊക്കെയാണ് എണ്ണ ഓഫ് ആക്കുന്നത്. അങ്ങനെ എന്തോ കണ്ട എന്തൊക്കെയോ പരിപാടികളും സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നോക്കാം എന്താവും അവസ്ഥ എന്നുള്ളത്. ബാക്കിയുള്ള സംഭവം ഇവിടെ നിന്ന് ചെയ്യിക്കൂടല്ലോ. പിന്നെ ഏതാ ബാക്കി ആ കൊലോട് തന്നെ ചെയ്ത നമ്പറാണ്. എന്നാ പറയുന്നത്? വണ്ടി അവിടെ കൊണ്ട് പൊക്കുക. ഇത് ഇത്ര ഇതായി കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ബേസിക് സാധനങ്ങളല്ലേ. ഇതില്ലാത്തതുകൊണ്ട് ചെളി തെറിച്ച് കണ്ടോ നീ? ഇത്രയും സാധനം അവിടെ തെറിച്ചാൽ ഇന്ന് തന്നെ അത് അടിക്കണം കേട്ടോ. അവനെ ഇന്ന് എന്തായാലും അടിക്കണം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ആകെ ലോക്കായാലോ? ഈ കടയിൽ നിന്ന് 4 ലോക്ക് മേടിച്ചു. 35 രൂപ ഉള്ളു ലോക്കിന്. ഈ ലോക്ക് ചിലപ്പോൾ അതിൽ കൂടുതൽ കാശ് ഉണ്ടാക്കി തരും കേട്ടോ. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കുകൾക്കൊന്നും ലോക്കില്ല. ഇത് കണ്ടോ, ഈ ടാങ്കിന് ലോക്കില്ല. ഇതിങ്ങനെ ഇട്ട് പൂട്ടണം. ലിപിനെ ഈ 3 നീ വേണ്ട, ഞാൻ തന്നെ പിടിക്കാം. അല്ല പിന്നെ ഓരോന്നിനോട് എഴുതണം, അല്ല പെടും. എഴുതി ലോക്ക് ഇങ്ങനെ എഴുതണം. കൊടുത്തിട്ടില്ല പൈസ? ഇല്ല. കഴിച്ച് നോക്കും. അതായത് ഇതിൻ്റെ അകത്ത് താക്കോലും സാധനമെല്ലാം അടക്കമാണ് 35 രൂപ. വളരെ ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ല, വളരെ ലാഭം. വലിയ കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്. കമ്പനിയുടെ പേരെന്നാ? നല്ല ക്വാളിറ്റി കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് തന്നെ കയ്യിൽ എന്താ പറയുക. ഒരെണ്ണത്തിൽ 3 താക്കോലുണ്ട്. താക്കോൽ സൂക്ഷിച്ച് തിരിച്ചു കൊടുക്കാം. ഖറാബ് തിരിച്ചു കൊടുക്കാം. ഒരെണ്ണം മേടി തിരിച്ചു കൊടുത്താരെ. ക്വാളിറ്റി ഇല്ലേ? നല്ല നോക്കി വാങ്ങാം. കൊടുത്തോ, തിരിച്ചു കൊടുത്തേ. ഒരെണ്ണം എടുത്തേ, പൊട്ടിച്ചെടുത്തേ. വേണ്ട തിരിച്ചു കൊടുത്തേ. കൊള്ളൂല. ഖറാബ് ഇല്ല, കാശ് കൊടുത്താലേ നല്ലത് കിട്ടുള്ളൂ. വാ. അതായത് 100 രൂപയുടെ സാധനം മേടിച്ചിട്ട് 100 രൂപയുടെ സാധനം മേടിച്ചിട്ട് 100 രൂപയുടെ സാധനം ഇടാൻ വേണ്ടി പോവാം. എടാ എത്ര വേണമല്ലോ പിന്നെ മൊത്തത്തിൽ? 6 2 വലുത് ബാക്കിയെല്ലാം ചെറുത്. ഇതെങ്ങനെയാണ് ഇടുന്നത്? ചെറുത് ഇതെങ്ങനെ എടുക്കുന്നു? ക്ലോസ് ചെയ്യും. നമുക്ക് എത്ര സ്ഥലത്ത് വേണം? ശരിക്കും 2 സ്ഥലത്ത് പോരെ? 2 6 പിന്നെ മറ്റേപ്പാട് ഈ തന്നെ ഇങ്ങനെ ഞെക്കുമ്പോൾ അടയുന്ന കിട്ടൂല. ഇത്രേ ഉള്ളൂ. ये चोरी लोग कट करेगा मेरे को पता है. लगा लो ताला। हाँ दोनों भी. हाँ जाक में एक ही लगा दो उसकी कोई बात नहीं. ജാക്കിലും കൊണ്ടുണ്ട്. അപ്പം ഇന്ന് മേടിക്കണമല്ലോടാ. ജാക്കിൽ 3 മതി ശരിക്കും മൊത്തത്തിൽ. ഇതിനൊന്നും വേണ്ട. ഇതെന്തിനാ ഇതിനകത്തൊന്നും വെക്കണ്ടല്ലോ. 3 മേടിക്കല്ലേ? എന്തിനാ തുരുമ്പ് ഇവിടുന്ന് എടുത്തോണ്ട് വന്നു? നാട്ടിൽ നല്ല മേടിച്ചാൽ പോരാ. മുള്ളു തുരുമ്പ്. അത് ഞാൻ നോക്കിയതാട്ടോ. ഇത് സക്സസ്സാ. വെള്ളം വരും. പാത്രം കഴിയണ ഇത്ര സമയം എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. ആ കാര്യം തന്നെ നിങ്ങൾക്ക് അറിയാവോ? യെസ്, ആ കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഇനിയും വലിയ ദിവസമില്ല. ഇന്ന് പണി തീർന്ന നാളെ ഒരു ദിവസത്തെ അപ്പോൾസറി വർക്കും പിന്നെ അതുപോലെ ലൈറ്റ് സ്റ്റിക്കർ വർക്കും മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം നമ്മളിവിടുന്ന് യാത്ര തിരിക്കും കേട്ടോ. പാട്ടുപെട്ടി വെക്കണ്ടേ? പാട്ടുപെട്ടി
പാട്ട് പാടി വേറെ നീ കാര്യം ശ്രദ്ധിച്ചോ, ഈ ഫോണിന്റെ അത് വീഡിയോ കാണുന്നവർക്ക് എല്ലാം മനസ്സിലാവും അന്തരീക്ഷം ഭയങ്കര പൊല്യൂഷനാണ്. അതെ അതെ, പത്താങ്കോട്ടെ പൊല്യൂട്ടഡാ. ഞാനിപ്പോ ആ വീഡിയോ എടുക്കാൻ വളരെ ശ്രദ്ധിച്ചു നോക്കി, ഫുള്ള് പുക മയോ ആ വീഡിയോന്റെ. പത്താങ്കോട്ട് മൊത്തത്തിൽ പൊല്യൂട്ടഡ് ആണ്. എയർ തള്ളുന്നുണ്ടോ? എയർ തള്ളുന്നുണ്ട് ഗൈസ്, എയർ തള്ളുന്നുണ്ട്. എന്തിനാ തള്ളുന്നുണ്ടെന്ന് ഫ്രണ്ടത്തെ തള്ളുന്നതിന്റെയാണ് കുഴപ്പം. ഡിഫറൻഷ്യൽ ലോക്കിങ്ങിന്റെ സംഭവങ്ങളൊക്കെ ഏകദേശം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവരുടെ ഭാഷയിലാട്ടോ പറയുന്നത്. ഇവരുടെ ഭാഷയിലാണ് പറയുന്നത്. 4x4 അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നോക്കുക കേട്ടോ. ഇപ്പം അറിയാം എങ്ങനെ ആവും എന്നുള്ളത്. അല്ലെങ്കിൽ ആശാൻ സുല്ലിട്ട് ആശാനെ ലീവ് ഇട്ട് പോകും കേട്ടോ. എന്നാ തെറിയ പൂരത്തെറി, തെറിയോ തെറി. ഒരു കുഴപ്പമില്ല. എന്നാൽ സ്റ്റിയറിംഗ് ലെവലാക്കാൻ പോയത് അത് മേളിൽ ഊരിയിട്ട് ശരിയാക്കണ്ടേ. തല്ലി പൊളിച്ചു. നമ്മൾ മിനിഞ്ഞാന്ന് ഊരിയതല്ലേ, അങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സാധനം പോകും. ആ ഗായ്സ് വീണ്ടും ടെസ്റ്റിങ്ങിന് ഇറങ്ങിയേട്ടാ. അതായത് ഇത് ആമയും മറ്റേ മൊയിലുമായി. ഇനി 4 ടയറും പിടിക്കേണ്ട സാധനം അത് മാത്രമേ ആകാത്തേ ഉള്ളൂ. എന്നാ പറയുക, അതെ, ആമയും മൊയിലും വർക്ക് ചെയ്യുന്നില്ല. അവർ തമ്മിൽ ബന്ധപേരികളാണല്ലോ. അതാണ് കാര്യം വിഷയം. അത് 3 മ്യൂഡുണ്ട് ഇതിൻ്റെ അകത്ത്. അത് ആമയുണ്ട്, മൊയിലുണ്ട്, 4x4 ആമ മൊയില്, ലോയ ഡിഫ് കറതോ 4 लो बंद कर दो बंद कर അപ്പൊ ലോയിങ്ങാണ്ടാട്ടോ വർക്ക് ചെയ്യാത്ത അല്ലേ. അതൊക്കെ ഒരു പടുകൂട്ടം വയറ് പോകുന്നുണ്ട്. ഈ കണാരൻ എന്നൊക്കെ ചെയ്ത ദൈവത്തിനറിയാം. അവൻ ഇത്ര നേരം വരെ വെറുതെ ഇവിടെ കുത്തിയിരിക്കുക. ആ സമയം കൊണ്ട് അവൻ ആ മീറ്ററിന്റെ ഇതും അതവൻ ചെയ്യൂല. ഇതും ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ചെയ്യാൻ അറിയത്തില്ലല്ലോ. ശരിയാ, ചെയ്യാൻ അറിയാമെങ്കിലല്ലേ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇതേ നമ്മൾ പറഞ്ഞാലും നമ്മുടെ വണ്ടിയുടെ പോലത്തെ കുട്ടി ടാങ്ക് അല്ല കേട്ടോ, ബസ്സിന്റെ പോലത്തെ. ഒന്ന് മേളിലേക്ക് നോക്കി ഹൈഡ്രജനോ മറ്റേ ഇതിരിക്കുന്ന പോലെ ഇരിക്കുന്ന നോക്കി. ഇത് കണ്ടോ, ഇതാ ഒന്ന് അവിടെ ഉണ്ട്. അതിന്റെ മേളിലേക്ക് നോക്ക്. 4x4 അല്ലേ? അല്ലടാ, ഇതല്ലേ. ഇതാ ഇത്രയും ടാങ്ക് നിറയണ്ടേ, എന്നല്ല എയർ സക്കെന്ന് പറഞ്ഞ് പോകുള്ളൂ. ബേക്കില് എത്ര ടാങ്ക് നിറയാനുണ്ട്? ശരി കേട്ടോ, 2 ഉള്ളൂ. അതിന്റെ വലിയ ടാങ്കാ. ചെറുതാ. ഇതല്ല 4x4 എല്ലാം വർക്ക് ചെയ്യണ്ട. ഇതിന് നമ്മൾ വിചാരിച്ച പോലെ ടാങ്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നേ വരെ പിന്നെ അതിന്റെ അന്നൊരു ചിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട്, അത് ഏറെ തള്ളുന്നൊരു സൗണ്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ നല്ല കിലോമീറ്റർ എടുക്കുകയും തള്ളുവന്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ 3 ദിവസത്തെ പൈസ കൊടുത്തില്ലേ ഇന്നലെ ലിബിന? ഇന്നലെ 3 ദിവസത്തെ പൈസ കൊടുത്തില്ലേ? ഇന്ന് നാളെ ഉണ്ടല്ലോ, നാളെ നമുക്കൊരു 100 കിലോമീറ്റർ ഓടിക്കാം. ഓടിച്ച് തിരിച്ചു വരാം അല്ലേ? ഓടിച്ച് മൊത്തം ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ഓടിക്കാൻ. വാഷ് ചെയ്യാതെ ഓടിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല കേട്ടോ. വാഷ് ചെയ്തിട്ട് മൊത്തം ഒന്ന് ഓടിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വണ്ടി അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്ത് എന്നാ സംഭവിക്കാൻ ദൈവത്തിന് അറിയാം കേട്ടോ. 4x4 ആമ വർക്കാവുന്നുണ്ടോ? എയറൊക്കെ പോയെന്നാ തോന്നുന്നു എനിക്ക്. എയർ എടുക്കുമോ? എയർ മൊത്തം പോയി. എയർ എടുക്കും. ഡിഫറൻഷ്യലെല്ലാം ഊരിട്ടാക്കുക. ഊരിട്ടാക്കുക വീണ്ടും. ഇത്ര നേരെ എന്നറിയാം പരിപാടി തുടങ്ങിയിട്ട്. ഇവിടുന്നൊക്കെ എയർ ലീക്ക് ആവുന്നുണ്ടല്ലോ. അതാ പാഞ്ച അതാ വെൽഡ് ചെയ്യിക്കണ്ടേടാ. ഏതാ? അത് അവിടുന്ന് തന്നെ വെൽഡ് ചെയ്യാം. നമ്മുടെ വണ്ടിയുടെ സൈലൻസറൊക്കെ വെൽഡ് ചെയ്യണം. കുറച്ച് പരിപാടിയുണ്ട്. ആശാൻ എന്നാണോ ചെയ്യുന്നത്? സ്മോക്ക് ഇട്ട് കേട്ടോ, സ്മോക്ക് ഇട്ട്. സ്മോക്ക് നല്ല ഒന്നാന്തര സ്മോക്ക്. ആ സൗണ്ട് കേട്ടോ, ഇത് പുത്തമ്പണ്ടിക്ക് കിട്ടൂല കേട്ടോ. ഈ സൗണ്ട് പുത്തമ്പണ്ടിക്ക് കിട്ടൂല. ഈ സൗണ്ട് പുത്തമ്പണ്ടിക്ക് കിട്ടൂല. ഇപ്പം പോകുന്ന പുത്തമ്പണ്ടി പോവില്ല. ഇതാ പറയുന്ന സൗണ്ട് കേട്ടോ, ഒരുപാട് സൗണ്ട് കേട്ടോ. ശരി, ഒരുപാട് സൗണ്ട് വെക്കാം. കയറണേ. അതെവിടെ കയറ്റുവാ? നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടം പോലെ. ഉണ്ടോ? बंद करो, बंद करो. പ്രഷർ എന്തോരം ഉണ്ടെന്ന്? 5 ഇവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. ഒക്കെ ശരിയായിക്കൊണ്ടിരിക്കുക. ശരിയാക്കട്ടെ, എല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് വണ്ടി എടുത്ത് പോകാം. അതില്ലേ നല്ലത്. അല്ലാതെ ശരിയാകാൻ നമ്മൾ കഷ്ടപ്പെടണ്ടല്ലോ അല്ലേ ലിബിന? അതെ, എല്ലാം ശരിയായിട്ട് നാളെ ചാക്കി വെച്ച് പോക്കണം. കുറച്ച് പരിപാടിയുണ്ട്. നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് ചെയ്യാനുള്ള കുറച്ച് പരിപാടിയുണ്ട്. എന്നാൽ 2-3 ദിവസത്തിൽ പോകാം കേട്ടോ.
ഇത്രേ ഉള്ളൂ പരിപാടി. ഫൈനലി സർദാർജി എല്ലാം റെഡി ആക്കിയിട്ട് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പം അറിയാം ലിമിനെ, നോക്കിയേ, ഇപ്പം അറിയാം. അത് ഈ ഫ്യൂവൽ മീറ്റർ ഒക്കെ ആരാന്ന് ശരിയാക്കി തരുമോ? ഇലക്ട്രിക് ശരിയാക്കി തരുമോ? നമുക്ക് അവിടെ കൊണ്ട് ഇടാവനല്ല ശരിയാക്കി തരാൻ പറയാം. ആരോടാ? മറ്റേ ഇവനോട്. ആ, ബാറ്ററി വോൾട്ടൊക്കെ ഇപ്പം കൂടുതലാണല്ലോ കാണിക്കുന്നത്. ബാറ്ററിയുടെ വോൾട്ടൊക്കെ ഇപ്പം കൂടുതലാണ് കാണിക്കുന്നത്. ഫുള്ളോ? ഫുള്ളല്ല, കുറവാ. ചോപ്പിൻ്റെ മേളിൽ പച്ചയില് എയറൊക്കെ തീർന്നു. ഹീറ്റിങ് ആ ചെക്ക് ചെയ്തിട്ട് ചോദിക്കാമല്ലേ ബാക്കി? ചെക്ക് ചെയ്തിട്ട് ബാക്കി ചോദിക്കാമല്ലേ? ആ, എയറില്ല, എയർ കാലിയായി. ഇവിടെ അത്രയും വലിയ കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതടിക്കുക CNG അടിക്കുന്ന അത്ര വലിയ കുറ്റിയാ. ബസ്സിന്റെ ഒക്കെ ചെറുതല്ലേ ഇത്, അതുകൊണ്ട് അത്ര സമയം നമ്മൾ വിചാരിക്കുന്നില്ല കേട്ടോ. വമ്പം കുറ്റി അതിൻ്റെ ഒക്കെ വമ്പം കുറ്റി വെച്ചാൽ വമ്പം കുറ്റി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല, മീറ്ററിന്റെ പണി കൂടി അല്ലേ ഉള്ളൂ. തിരിച്ചു ഇലക്ട്രീഷ്യന്റെ പണിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇല്ല, മീറ്റർ കംപ്ലൈൻറ്റാണ്, മീറ്റർ താഴെ പോവുക. ബാറ്ററി ബോട്ടിന്റെ പോയാലും കുഴപ്പമില്ല. നമുക്ക് ഈ തേലിന്റെ ഇതിന്റെ കംപ്രഷന്റെ കിട്ടിയാൽ നമ്മളൊന്നും അറിയൂല കേട്ടോ. പുക മയമാണല്ലോടാ മൊത്തം. എത്ര നേരം എടുക്കുവാ? ചേരണ്ടെന്ന് പറഞ്ഞാൽ 6 അല്ല, ചേന്ന് പറഞ്ഞാൽ 6. കേട്ടില്ല? मीटर वो इलेक्ट्रिशियन काम करेगा मीटर का, फ्यूल का वो नहीं करेगा, नहीं है ये नहीं करेगा ना, वो करेगा। वो क्या बोलेगा? वो पूछो, बोलो ना, लगाओ पहले ये देखो 4x4 ഇതിനെ നോക്കാൻ, അത് കഴിഞ്ഞ് അടുത്ത് നോക്കാതെ അവിടെ കൊണ്ട് വണ്ടി ഇടാ. ശിവത്തിന്റെ അടുത്ത് വണ്ടി ഇടാ, ഇത് ശരിയാക്കി തരാൻ പറയാം. നോക്കിയേ. ആ, വേഗം ഇഷ്ടം പോലെ പോവാം. പോട്ടെ 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 പോട്ടെ. ഭയങ്കര ചാട്ടം ഇപ്പൊ വണ്ടിക്ക് തോന്നുന്നു കേട്ടോ. പോട്ടെ പോട്ടെ, ഭയങ്കര കുതിപ്പിടാ. പോട്ടെ 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 പോട്ടെ. പറഞ്ഞിട്ടേ ആ ഇട്. ന്യൂട്രൽ ക്ലച്ച്. ആ, സൗണ്ട് വെക്കുന്ന നോക്കണേ. ആ, ഒരു ഏറെ തള്ളി സൗണ്ട് കേട്ടില്ലേ? ആ, അമ്മയുടെ സൗണ്ട് വന്നു. (4x4) ആ, ലോ ലോ ഇല്ലല്ലോ. ലോയിലെടുത്തു. ഡിഫ് तीन में काम करेगा. हाँ हाँ काम करेगा. वो 4 जाकी पकड़ेगा, देखेगा. क्या हो गया? 4 जाकी 4 जैकर ही लगते हैं इसको, इसमें 2 ही लगते हैं, 2 ही चलेंगे आगे वाले। എന്നെ നോക്കിയിട്ട് പോകുന്നല്ല കേട്ടാ. कैसे आप कैसे चला रहे हो उसको? अभी तीनों में गाड़ी रनिंग है. अभी चारों में रनिंग है, 2 चल रहे हैं पीछे वाले, ये एक्स्ट्रा होते हैं, 2 ही चलते हैं सिर्फ। वो बंद हो जाएंगे, ये चलेंगे, ये मतलब है 4x4 का। അങ്ങനെ അല്ലല്ലോ. 4 टायर रनिंग आएगा ना 4x4 का. 4 ही करेंगे, हाँ पर काम 2 करेंगे, हाँ. 2 धकेलेंगे। 4 जाकी डालेगा, अप करेगा, देखे ना. ऐसे नहीं होता जैक लगा के, हाँ वो लाग हो जाएगा, ये चलेगा। हाँ देखेगा. तो चल तो रहा है, चेक करो, വെച്ചോളെ വെക്കാം. लगाओ ना 4x4। 4x4 डाल. हाँ डाल 4x4 लगा, डाले. डाल छोड़। അവനെ അങ്ങനെ എടുക്കുന്ന റിസ്ക് ആട്ടാ. और തല നോക്കണേ, തല നോക്കണേ. चाल काम हो रही नहीं, ഏ, പവർ കൂടുതലാ. അത് നോക്കിയിട്ട് കാര്യമില്ല. നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പോയാ. कोई नई गाड़ी देखो ना, जो कैसे काम करती है। अभी 4x4 है, अभी ऑफ है. ये नहीं मेरे को पता कि ऑफ है या ऑन है, और नीचे से चल रहा है जैसे उसने चलना।
अभी काम रेडी है, अब बोलेगा। हाँ चलो गाड़ी चलाओ ना, कैसे 4x4 लगाते हो बताओ। चलो एक मिनट, बंदा के फोन എന്നാ പറയുന്നേ? हाँ यहाँ ആ इधर से यहाँ पे नोकिट हो रहा है। से- എന്നാ? यहाँ क्या है, यहाँ ऑफ है। हाँ अभी ऑफ है, ഏ यहाँ पे नोकिट हो रहा है। എന്നാ നോക്കിട്ടെ കാര്യം ഇരിക്കുന്നേ, നോക്കാതെ എങ്ങനെ അറിയുവാ? അല്ല എന്നാ നോക്കട്ടെ പുള്ളി പറയുന്നത്. ഗായ്സ് നമ്മുടെ വണ്ടി ഇതാ പോന്നു. നമ്മുടെ വണ്ടി പാഞ്ഞു പോവുക കേട്ടോ. നമ്മുടെ വണ്ടി ലോങ്ങീന്ന് കണ്ടാൽ മനസ്സിലാവും. കാര്യം എന്നാ, അതിൻ്റെ ബേക്കില്ലേ, ബേക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വണ്ടി ബേക്ക് ഇങ്ങനെ വലിയ ടയറിട്ടാണ് കുത്തിക്കിടക്കുക. ഗായ്സ് നമ്മുടെ വണ്ടി അവിടെ നിന്ന് തിരിച്ചു കേട്ടാ. എന്ത് പറ്റി അവിടെ നിർത്തിയത്? പോരുന്നില്ലല്ലോ. ആ വണ്ടി നോക്കി വരുന്നുണ്ട് കേട്ടോ അവിടുന്ന്. ആ റോട്ടിൽ കയറി. അതായത് ആ 4x4 എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. 4 ജാക്കി കയറി പൊക്കാതെ അത് കാര്യമില്ല. ഇത്രയും നമ്മൾ നോക്കിയിട്ട് ഇത്രയും ദിവസം നമ്മൾ നിന്ന് അതിന് വേണ്ടി. അപ്പം 4 ജാക്ക് വെച്ച് പൊക്കി വീട്ട് അവിടെ സക്സസ് ആണെങ്കിൽ മാത്രമേ വണ്ടി എടുക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വണ്ടി ഇവിടെ നിന്ന് എടുക്കൂല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെയ്തില്ലേ, ആ വേറെ ഇങ്ങനെ ടയർ ഷോപ്പിൽ ചെന്നിട്ട് 4 ജാക്ക് വെച്ചിട്ടൊന്ന് പൊക്കി നോക്കും. बाकी कोई അപ്പോൾ നമുക്ക് डिफेक्ट होगा 4x4 വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. आर्मी वाली गाड़ी പിന്നെ रहती है വീണ്ടും ना, നമ്മൾ उसमें ചെയ്തെന്ന് देखा ഓർത്തിട്ട് പിന്നെ അവിടെ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരണ്ട്. हाँ ठीक है। ഇവിടെ പണി തീരില്ല. അങ്ങനെ വരാൻ നമ്മള് ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടും നല്ലത്. आपने इसको चलाना है इसमें, हाँ ठीक है। ठीक है ठीक है। तेल खा जाएगी, सब कुछ खा जाएगी। इसमें जाना के लिए हाँ, और 4x4 में चलाना। अभी सरदार जी ऑफ करके चलाना है इसको। अब ये गाड़ी का पाइप चेंज करने के लिए 2-3 पाइप, कौन सा है? तो रेडिएटर का दो और दिखाओ कहाँ, हाँ दिखाओ कहाँ भाई। मैं ഗൈസ് എന്താ സംഭവം എന്ന് നമുക്ക് ये ചോദിച്ചു. मीटर का काम कौन ओ वही करेगा मेरे എന്നാ ലോ എടുക്കുന്നുണ്ട്, ആ പിന്നെ ഡിഫ് എടുക്കുന്നുണ്ട്, ആ. 4x4 എടുക്കുന്നുണ്ട്. പക്ഷേ പുള്ളി ഇങ്ങനെയാണെന്ന് പറയുന്നത്, നമുക്ക് നേരെ സർദാർജി ഒരു ക്വാർട്ടർ കൊടുത്തിട്ട് വണ്ടി പൊക്കിക്കാം. ആ അതാ പറഞ്ഞേ. ഇത് ഈ പുള്ളിക്കല്ല, ആ. അവിടെ കൊണ്ട് അവിടെ കൊണ്ട് സമ്മതിക്കുമോ? റിക്കവറി വാൻ പൊക്കിയിട്ട് നോക്കാമെന്ന് പറയണം. ഇയാൾക്ക് പൈസ കൊടുക്കാന്ന് പറയാം, അത് പൊക്കാൻ പൊക്കൂല പുള്ളി. ലോ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ തെറിയ കാശ് പൊക്കാൻ വേണ്ടി പോവാണ്. പൊക്കിയിട്ട് എൻ്റെ ലോക്കാണ്. ഇതാക്കാൻ മാറ്റാൻ പറഞ്ഞേ. പൈപ്പ്, റേഡിയേറ്ററിന് 2 പൈപ്പും പിന്നെ മറ്റേ പൈപ്പും. അതിനാ അപ്പോൾ 2 പൈപ്പും കൂടെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവിടെ എന്തോ കഴിഞ്ഞിട്ട്. പൊട്ടിയിട്ടുണ്ടല്ലോ. അതിനാ ഏതാ അവിടെ മേളില് ഏതാടാ? ഞാൻ അപ്പുറത്തെ വണ്ടിയിൽ പോയി നോക്കിയിട്ട് ക്യാബിൻ്റെ മേളിൽ എന്താ പൊട്ടിയാക്കുന്നത്. ആ ഗൈസ് ഇതാണ് 4x4 ഓയിൽ ചെക്ക് ചെയ്ത് നിഡിൽ. ആ അപ്പോൾ ഇതിനായേ ഫുള്ളേ. ഓക്കെ 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 ഓക്കെ. ആ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ട് കേട്ടോ. 4x4 ഇതൊക്കെ നോക്കുന്ന അവിടെയാണ്. ഓ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട് കേട്ടോ. ഈ വണ്ടി മൊത്തം പൊക്കുന്നില്ലല്ലോ. അതിനാണ് വണ്ടി ബെൻഡായി പോടാ. അങ്ങനെയുണ്ട് പിന്നെ സ്ഥലങ്ങൾ അങ്ങനെ. ആ वो तो देंगे नहीं, ആ वो नहीं देंगे अब। വേറെ നോക്കാനുള്ള അത് പറഞ്ഞുതരുക. ആ വേറെ വേറൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചോ. എല്ലാം ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. എല്ലാ ഓയിലുകളും സംഭവങ്ങളും ഒന്നും കൂടെ നോക്കാമെന്ന്. എല്ലാത്തിൻ്റെ ഓയിലുകളൊന്ന് നോക്കുക കേട്ടോ. പവർ സ്റ്റിയറിങ്, പിന്നെ അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ, അതുപോലെ ഉദർ ഓയില്? ആ हर जगह ആ അവിടെ ഓയിലുണ്ട്. എടാ എല്ലാം മകടം പോലെ ഇരിക്കുന്ന ചട്ടിയില്ലേ, ആ ചട്ടിക്കകത്ത് 10 ലിറ്റർ ഓയിൽ വെച്ചുണ്ട്. മേളിലും ഉണ്ട് ഗീർ ഓയില്. ഗീറൊന്നും വീഴാൻ വിഷയമില്ല, ഒലിപ്പൊന്നുമില്ല. നമ്മൾ ഇത്ര ഓടിച്ചാലൊന്നും എഞ്ചിനിലൊന്നും പനിപ്പൊന്നും അങ്ങനെ കാണുന്നൊന്നുമില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല. ഈ ചട്ടീനകത്ത് എന്താ ഓയിലില്ലേ? ഇല്ലേ? ഇതിന് ലീക്കൊന്നും വലുതായിട്ട് കാണുന്നില്ല. ഇതെല്ലാം നോക്കണം കേട്ടോ. ക്യാ ക്യാ സർദാർ ജി? स्टीयरिंग ऑयल का। സ്റ്റിയറിംഗ് ओ स्टीयरिंग ऑयल का। और फ्रंट वाला क्या है, क्या कौन सा ऑयल है, ब्रेक है? ഇത് സ്റ്റിയറിംഗ് ഓയിൽ നോക്കണം. കണ്ടുപിടിച്ചോ. അത് അത് 4x4 ഈ ഒലക്കേൻ്റെ അത് ഓയിലുണ്ട്. അങ്ങനെ നോക്കുക. ഇല്ല അതിനകത്ത് കുറവാ. ഇതെന്തിൻ്റെയാണെന്നുള്ളതൊന്ന് പഠിക്കണമല്ലോടാ ലിബിന. ആ ഇതിൻ്റെ അകത്ത് ഒരെണ്ണമുണ്ട്, ഇതിൻ്റെ അകത്ത്. ഓ എന്തിൻ്റെയാണെന്നൊന്ന് ചോദിക്കണമല്ലോ. ഇതന്നെ അടയുന്നില്ല. കമ്മേ ഓയിൽ ഇവിടെ കുറവാ. ആണോ? ആ ഒന്ന് കഴിക്കണ്ടേടാ. ഒന്ന് കഴുകിക്കണം. കഴിച്ചിട്ട് നമുക്ക് മൊത്തം ഒന്ന് ഓടിച്ചു നോക്കാം. കഴുകിയിട്ട് മറ്റേ കൂടെ ആക്കാൻ ഞാൻ കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇല്ലല്ലോ, ആ എങ്ങനെ കഴിയുന്നു? നമുക്കൊന്നും കൂടെ മറ്റേ പൊക്കി നോക്കണം, പരിപാടി 4x4 നോക്കണം, പിന്നെ മീറ്ററിൻ്റെ പരിപാടി നോക്കണം. ഉച്ച സമയത്ത് പോയിട്ട് അത് പൊക്കി നോക്കിയാൽ നല്ലത്. അവിടെ ആകുമ്പോൾ ആരും ഉണ്ടാവില്ല. ആ ഉച്ച സമയത്ത് കഴിഞ്ഞു പോയില്ല, പണിക്ക് കയറി അവർ 2 മണിയായി. അതിനോട് വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇനി കുറച്ച് അലങ്കാരവും അലങ്കോലവും
അലങ്കോലവും പാട്ടുപെട്ടി ഇതെന്തായാലും ഒന്ന് നോക്കണം. 4x4 നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് ഡിഫും ലോയും കിട്ടി, അതിൻ്റെ ഫീലിംഗ് കിട്ടി. പക്ഷെ 4x4ൻ്റെ ഒരു ഫീലിംഗ് നമ്മുടെ എൻഡവർ എന്നൊക്കെ പറഞ്ഞാൽ 4x4 ഇടുമ്പോൾ ഒരു ചാട്ടമുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് വീണിട്ടില്ല. ഞാനിത് കണ്ടിട്ടോളം എനിക്ക് പഠിച്ചോളം ഇത് വീണിട്ടില്ല. നമുക്ക് അറിയത്തില്ല, നമുക്ക് ഓടിച്ച് പരിചയമില്ല. അപ്പോൾ നമ്മളൊന്ന് ബേക്കൊന്ന് പൊക്കിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ ലോക്കാവൂല്ലോ എന്ന് അറിയാലോ. നാട്ടിൽ നിന്ന് എന്തായാലും ഇത് പണിയിൽ നടക്കൂല കേട്ടോ. കാരണം ഇത് പണിയുന്ന ഒരാളില്ല. 40,000 രൂപയാ സാധനത്തിന്. ഇതൊന്ന് മൊത്തം വാഷ് ചെയ്യണം. ഒന്ന് മൊത്തം ഗ്രീസൊക്കെ അടിച്ച് ഫുള്ള് വാഷ് ചെയ്യണം. ഗ്രീസൊക്കെ അടിച്ചല്ല നമ്മൾ ഇന്നലെ 200 കൊടുത്ത്. അല്ല ഇത് മൊത്തം ഒന്ന് വാഷ് ചെയ്യട്ടെ. ഉള്ളൊക്കെ ഒന്ന് മൊത്തം വാഷ് ചെയ്ത് കിളിക്കുഞ്ഞാക്കിക്കൊണ്ട് വേണം പോകാൻ. ബാറ്ററിക്ക് കവർ വെക്കണം. നമ്മുടെ അതിന് ഓയിൽ കുറവുണ്ട്, ഓയിൽ ഒഴിക്കും കേട്ടോ. ഡക്കനെ അവിടെ ഇരുന്ന് പഴയ ഇരിപ്പുണ്ട് കേട്ടോ. അതാണ് പുതിയത് മേടിച്ചു നാട്ടിൽ കിട്ടില്ല. നെയ്യ് ഇസ്മേ ദൂസര ആദ്മി ലേ ലിയ അല്ലേ? അല്ല അവര് ഇങ്ങനെ മറ്റേ മേടിക്കാം നമുക്ക്. ഏറ്റവും കൂടിയത് ആകുമ്പോൾ ഇങ്ങനെ അടഞ്ഞിരിക്കും. പെട്ടെന്ന് ആൾക്കാർക്ക് തോന്നില്ല. നീ പറഞ്ഞാൽ പുതിയത് മറ്റേ ആകുമ്പോൾ ഇങ്ങനെ കാണും ഇച്ചിരിയായിട്ട്. കാണാത്ത ബർഗറിന് അകത്ത് ചിക്കൻ ഇരിക്കുന്ന പോലെ ബാറ്ററി കാണും. കാണാത്ത രീതിയിൽ വെക്കണം. ആർക്കും തോന്നരുതൊന്നും അല്ലേ? എല്ലാം അടച്ചു വെക്കുവാണെങ്കിൽ ആർക്കും ഒന്നും തോന്നില്ല. എല്ലാം തുറന്നു വെക്കുമ്പോഴാണ് ആൾക്കാർക്ക് ഇതിലൊക്കെ തോന്നുന്നത്. പണ്ടൊക്കെ ഡീസൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമമില്ലായിരുന്നു. ഇപ്പം ഡീസൽ പോയി കഴിഞ്ഞാൽ ശരിക്കും വിഷമിക്കും. 95 രൂപ ദൈവത്തിന് അറിയാൻ കണ്ടേ. മറ്റുള്ള ഇതിന് ലോക്ക് മേടിച്ചിടണം, മറക്കരുത്. അപ്പുറം ലോക്ക് മേടിച്ചിട്ടില്ലേ? പിന്നെ അതുപോലെ അപ്പുറം മേടിച്ചിടണം. മറ്റുള്ള രാജ്യത്ത് വെച്ച് നോക്കാൻ നമ്മുടെ രാജ്യത്ത് പൈസ കുറവാട്ടോ. ഇനി അവിടുത്തെ അവിടെ എന്താ ഓയിൽ നോക്കണ്ടേ? ഗീർ ഓയിൽ. ഗീർ ഓയിൽ ഗീർ ഓയിൽ തേക്കേക്കാ. ഗീർ ഓയിൽ തേക്കേക്കാ. ഗീർ ഓയിൽ ഗീർ ഓയിൽ നോക്കുവാണ്. നമ്മൾ അവസാനപ്പെട്ട പരിപാടിയാണ്. ഇതും കൂടി ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ സമാധാനമായാനല്ലേ? ഫ്രണ്ടിൽ കൂടി ഒന്ന് ഇട്ട് നോക്കാം. ബേക്ക് പിടിച്ചിട്ട് നോക്കാം. ഫ്രണ്ട് കിട്ടുമോ? ഇത് ബേക്കല്ലേ പിന്നെ കറങ്ങുന്ന വണ്ടി. ബേക്ക് ഫ്രണ്ട് കറങ്ങും. അത് തന്നെ നമുക്ക് നോക്കാം. സർദാറിനോട് പറഞ്ഞു നോക്കാം. പൊക്കുന്ന കേസിനൊന്നും വിഷയം ഉണ്ടാവില്ല. അവിടെ കൊണ്ടിട്ടാൽ മതി. ഇല്ല പുറത്ത് നമുക്ക് വിളിച്ചിട്ട് നോക്കിയിട്ടല്ലേ എടുക്കുന്നുള്ളൂ. പുറത്ത് മെക്കാനിക്കിനെ കാണിക്കാൻ വേണ്ടി അല്ലേ? എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അത് മാത്രമല്ല ഇലക്ട്രിക്കൽ പാർട്ടൊന്നും ചെയ്യണോ? അത് ചെയ്യാതെ നമുക്ക് ഓടിക്കാൻ പറ്റുമോ? എങ്ങനെ എണ്ണ അടിക്കുന്നൊന്നും അറിയത്തില്ലല്ലോ നമുക്ക്. ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ എവിടെ ഒഴിക്കാൻ നോക്കണം. सरदार जी कितना दिन में देखेगा ये रनिंग टाइम? 3 दिन और 4 दिन डेली देखे ना ഓയിൽ ഇതൊക്കെ ഡെയിലി വേണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നോക്കണ്ടേടാ. ओ गाड़ी बंद करने टाइम में मॉर्निंग लीक नहीं है देखा नहीं, लीक है देखना है. അത് തന്നെ ലീക്ക് നോക്കുക, ഇല്ലെങ്കിൽ നോക്കണ്ട. എൻ്റെ അടുത്ത് തന്നെ ഇനിയും വേണ്ട വരും. ഒന്നുമില്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഒലിച്ചു പോകുന്നുണ്ടോടാ? അതൊന്നും സാധനം ഇല്ലായിരുന്നു എൻ്റെ ഇതിന്. ഏകദേശം ആയിട്ടുള്ളൂ. ഇത് എത്രയാണെന്നറിയാമോ? ഇതാണ്ട് 10 ലിറ്റർ 5 ലിറ്റർ എങ്ങാനും ഉണ്ട്. ഇതല്ലേ ചോദിച്ചോ? ഒന്ന് മൊത്തം നോക്കാൻ ഓയില് നന്നായില്ലേ? നന്നായി ഇല്ല എന്നാ പണി പറയാനെ. എനിക്ക് കഴിഞ്ഞ ദിവസത്തെ വെള്ളം ഒഴിക്കാതെ തന്നില്ലേ, അതാണ് നോക്കുന്നത്. എല്ലാ സാധനം നോക്കിയിട്ട് പോകണം, കുഴപ്പമില്ലല്ലോ. വാട്ടർ പമ്പ് മാറിയപ്പോഴല്ലേടാ? വാട്ടർ പമ്പ് മാറിയപ്പോഴല്ലേ? ഇനിയും വേണോ കേട്ടോ? ഏകദേശം കുറേയൊക്കെ ഒഴിച്ചു, അത് കഴിഞ്ഞു. ഇപ്പം അതിന് ശേഷം വീണ്ടും ഒഴിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ 5 ലിറ്റർ ഒഴിച്ചു. കുറവായിരുന്നു. എഞ്ചിൻ ഓയിലും കൂടെ നോക്കണോടാ? എഞ്ചിൻ ഓയിലും കൂടെ നോക്കിയാരാ? ബാക്കിയെല്ലാം ഏകദേശം ആയി കേട്ടോ. അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഓയിലും എല്ലാ സാധനവും താഴെ ലീക്ക് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നോക്കുന്നതല്ല. ലീക്കില്ലേ നോക്കണ്ട. നെയ്യേ ലക്കി ഉണ്ട്, കുറവാന്നുള്ളതാണ് പറയുന്നത് കേട്ടോടാ. ഉണ്ട്, ഇനിയും വേണ്ട വരും. അടിമട്ടായി ഇതിൻ്റെ. ഇപ്പോൾ എടുക്കേണ്ടി വരും. ഫില്ലാവാത്ത തന്നെ. കിतना लीटर ലക്കി? 7 എന്ന് പറയുമ്പോൾ എത്രയാടാ? 7 എത്രയാടാ? 8 ആയിരിക്കും. 4 5 4 10 7 8 ആണോ? നമ്മൾ 1 2 3 4 5 കറക്റ്റാ. പിന്നെ എഞ്ചിൻ്റെ ഇതും കൂടെ നോക്കി കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ആയി കേട്ടോ. ഏകദേശം കഴിയാനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. എന്നാലും നമ്മൾ നമ്മുടെ ഒരു ആശങ്കയിലെല്ലാം നോക്കുവാണ്. ഇപ്പം നമ്മൾ നോക്കാതെ പോയായിരുന്നാലും ഇപ്പം മേലോട്ട് നോക്കിയിരിക്കേണ്ട വന്നാണ്. എന്തായാലും നമ്മളൊന്നും മറ്റേതും കൂടെ നോക്കിയാൽ കേട്ടോ. 4 ചക്രം കറങ്ങുന്ന സംഭവമില്ലേ, ആ സാധനം എന്താണെന്ന് പൊക്കിയിട്ടല്ലേ? പൊക്കിയിട്ട് പോകണ്ട. ഈ ബോഡി നമുക്ക് എടുക്കാമായിരുന്നു, പക്ഷേ ഇത് ഏകദേശം ഒരേപോലെ. ഇതിന്റെ ബേക്ക് കട്ട് ചെയ്തതുണ്ടോ?
സ്കൂളായിരുന്നു, ഇത് സ്കൂൾ ബസ്സായിരുന്നു. ഇത് വലിയ ഓട്ടോ ഓടിയിട്ടുണ്ടാവില്ലടാ, പക്ഷെ ഒന്നും ഇല്ലല്ലേടാ. ഈ സ്കൂൾ ബസ് എന്നും ഓടുന്ന സാധനമല്ലേ. ശരിക്കും റിക്കവറിയാണ് ഏറ്റവും നല്ലത്. ഓടാത്ത സാധനം റിക്കവറിയാണ് അല്ലേ? ഇങ്ങനെയാണെങ്കിൽ റിക്കവറിക്ക് നല്ല ഓട്ടോ ഉണ്ടാവും. ഏതാ? അപ്പം നമുക്ക് വാഷ് ചെയ്യാൻ കൊണ്ടുപോകാം അല്ലേ? വാഷ് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാം. ആ, വണ്ടിയുടെ ഉള്ളിലെ വർക്കും കഴിഞ്ഞിട്ട് ചെയ്യാന്നാ. ഇതെല്ലാം പോകില്ലടാ വാഷ് ചെയ്യുമ്പം. ഒറ്റയടിക്ക് സ്റ്റാർട്ടായിട്ടോ പക്ഷേ എല്ലാം. ബേക്കിൽ വണ്ടി വാങ്ങണേ. ഞാൻ ഫ്രണ്ടിൽ ബേക്കിലേക്ക് എടുക്കുന്നില്ല. ഫ്രണ്ടിലേക്ക് എടുക്കട്ടെ. പോട്ടെ 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 ആവോ. പോട്ടെ. പോരെ പോരെ ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ പോയതിനാണ് ഞാൻ പറഞ്ഞ ടെസ്റ്റ് ഡ്രൈവ് എന്ന്. വെറുതെ ഞങ്ങൾ അവിടെ വരെ ഓടിച്ചു നോക്കി. പക്ഷെ എന്നാലും 4x4 അങ്ങോട്ടൊരു ഇത് കിട്ടുന്നില്ല കേട്ടോ. ചൊവ്വാകുന്നില്ല. ആ, ഒരു 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 എന്നാ പറയുക, ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. ഒന്നുകൂടെ വണ്ടി നിർത്തട്ടെ. നോക്കണേ, സൈഡ് കൂട്ടി നോക്കണേ. ആ, നിർത്ത്. ഒരു സുഖം കിട്ടുന്നില്ല. വിളിച്ചു വെച്ചത് ഗൈസ്, അവിടെ എന്തോ ചെറിയ ബ്ലോക്കാ. അതിനെ കിടന്ന് എല്ലാം ഉള്ളിലേക്ക് കയറ്റുന്നത്. എല്ലാം അവിടെ നിർത്തി. ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണ്ടേ. ഒന്ന് സൈഡാക്കി നിർത്തും. അതില്ല. ഇന്നത്തെ പരിപാടി തീർന്നു കേട്ടാ. ഇന്നലത്തെ പരിപാടി കഴിഞ്ഞു. ഫൈനലി നമ്മുടെ ഈ ഗേജ് മീറ്റർ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ സാധനമൊക്കെ എടാ വണ്ടി ഇപ്പം പോകില്ലെന്ന് പറഞ്ഞേ. പുള്ളിക്കാരൻ പറഞ്ഞ ഫ്രണ്ട് പൊക്കി നോക്കത്തില്ല. ഫ്രണ്ട് കറങ്ങുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട് പോക്ക്. नो ब्रो, हाँ फ्रंट वाला. जब हम गाड़ी फंस गया कहीं खड्डे में कीचड़ में, फिर 4x4 लगाते हैं, फिर आगे वाला भी जोर लगाता है. वो आगे वाला उड़ेगा. हाँ, आगे वाला उठेगा, पीछे वाला नहीं उठेगा. ठीक है ഗൈസ്, അങ്ങനെ ചെയ്യാട്ടോ. പക്ഷെ അത് കടിച്ചു പിടിച്ചു. അതാണ് എനിക്കൊരു ഇത്. എന്താ അങ്ങനെ കടിച്ച? നേരത്തെ സർദാറും ഞാനും പോയിട്ട് ഇപ്പം കടിച്ചില്ലായിരുന്നു. ഇല്ലല്ലോ, ഇപ്പം കറക്റ്റായി. അത് കാല് നീ കൂടുതൽ കൊടുത്തില്ല. അത്ര കൊടുക്കാൻ പാടില്ല, എരപ്പിക്കാൻ പാടില്ല. നേരത്തെ വല്ല നീങ്ങാതെ വന്നു എനിക്കൊരു ടെൻഷൻ. അങ്ങനെ വരണം. ഇതെല്ലാം ഒന്ന് തീർന്നിട്ട് വേണം നമുക്ക് വണ്ടി എടുത്ത് അടുത്ത പരിപാടിക്ക് പോകാൻ. ഈ താറിട്ട് കഴിഞ്ഞാൽ ശരി, അതൊക്കെ ഇവൻ അറിയാം. ഇതൊക്കെ നമ്മളെ മുമ്പിക്കാൻ നോക്കിയതാട്ടോ. ഏതാ ഈ താറൊക്കെ ഇടാതെ ഇട്ട് നോക്കിയല്ലേ ഇതില്ല. दिस इज चोर लोग तेल का चोर है ज़्यादा है, क्या करेगा? बोलो, आप बोलो. എടാ നാളത്തേക്ക് എന്നാ അപ്പോൾസറി ഇതും പറഞ്ഞാലോ? നാളത്തേന് പറയാം. ഇത് ആദ്യം തീരുമാനം. 4x4 ആയാലും തീരുമാനമാവട്ടെ. സെക്യൂരിറ്റി കാർഡ്. ആശാന്റെ കാര്യം കോമഡിയാണ്. ഗൈസ്, ഫൈനലി ഞങ്ങൾ അവിടുന്ന് താറിൻ്റെ പരിപാടി ചെയ്തു. അവൻ ഈ മീറ്ററൊക്കെ ശരിയാക്കി എന്ന് പറഞ്ഞ് വിട്ടാ. വീണ്ടും പോയി കേട്ടോ. പോയത് പോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടി കഴുകിക്കാനായിട്ട് ഇറങ്ങും കേട്ടോ. എവിടെയാണ് ഇതിൽ ഫസ്റ്റ് യൂട്ടേൺ എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് യൂട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വേണ്ട. ഈ കാണുന്ന ഇവിടെ എവിടെയാണ് നോക്കിയാൽ പിന്നെ കണ്ണ് തുറന്ന് നോക്കൂ. അപ്പുറത്തെ സൈഡാണ് ഇപ്പുറത്തെ സൈഡാണോ? അപ്പുറത്തെ സൈഡാണ് ഇപ്പുറത്തെ സൈഡാണോ? ഈ സൈഡ് നിന്റെ സൈഡാ? ഏത് സൈഡായാലും നമുക്ക് റിവേഴ്സ് എടുക്കാം. ഒന്ന് നോക്കിയേ, എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ല. എല്ലായിടത്തും ബാറ് കാണുന്നുണ്ട്, വേറൊരു സാധനം കാണുന്നില്ല കേട്ടോ. വാഷ് സെന്റർ ഒന്നും കാണാനില്ലല്ലോ. ഇല്ല, വർക്ക്ഷോപ്പ് അല്ല, വാഷ് സെന്റർ അല്ലേ? യൂട്ടേൺ അടിക്കണമെന്നാ പുള്ളി പറഞ്ഞ എന്നോട്. ഒന്നും കാണാനില്ല കേട്ടോ. ഇതെന്നാ? അല്ല അല്ല അല്ല, അത് ഏവറിജാ. വേറെ ഇല്ല. ഈ സൈഡും ഇല്ല, ഈ സൈഡും ഇല്ല. ഫൈനലി ഞങ്ങൾ ഫൈനലി ഞങ്ങൾ വണ്ടി കഴുകാൻ വേണ്ടി വന്നു. അതിൻ്റെ ഉള്ളു കഴുകണം, പുറം കഴുകണം, സൈഡ് കഴുകണം, ഉള്ളിലെ പൊടികൾ കഴുകണം, ബേക്ക് കഴുകണം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു ഉറപ്പിച്ചു. 1000 രൂപ. അപ്പോൾ ഇതാണ് പുള്ളിക്കാരനാണോ ഇതിൻ്റെ ഓണറാണ്. ഹായ് ഓണർ. ഗൈസ്, ആ പുള്ളിയെല്ലാം കഴുകി വൃത്തിയാക്കി തരണം. ഉള്ളിലെ പൊടി ഇത് മാങ്ങ തേങ്ങ കുറേ സാധനങ്ങൾ വൃത്തിയാക്കാണ്ട്. ബേക്കിൽ കുറേ കരികൾ ഇവർക്ക് കിട്ടും. ഇപ്പം കുറേ കരികളെ കത്തിക്കാൻ വേണ്ടി കിട്ടിയില്ല, പോകാൻ പറ്റില്ല. മൊത്തം പൂഴിയാ. അപ്പുറത്തോട്ട് പോവാം. കഴുകി വാഷ് ചെയ്തു. പണി കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ ഒന്നും നടക്കൂല. ഇനി എല്ലാം നാട്ടിലേ നടക്കുകയുള്ളൂ. നമ്മുടെ തന്നെ ആൾക്കാരെ കൊണ്ട് ഇനി പരിപാടി നടത്താൻ പറ്റുള്ളൂ. വേറെ ഇവിടെ ഒന്നും നടക്കൂല. അവൻ ഇപ്പം മീറ്റർ ശരിയാക്കി എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാക്കി തന്നു പോയത്. അത് ഇത്രയും ഒരു 2 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്കും മീറ്റർ മൊത്തം നിന്ന് പോയി. അപ്പോൾ ഇനി അവനെ കൊണ്ട് ബാക്കി ചെയ്തിട്ട് കാര്യമില്ല. അവന് പണി അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ഓരോടത്തും ഈ സാധനം ഉണ്ടാവും. ഇതാണ് ചേതക്. ഞങ്ങളും മേടിച്ചു കേട്ടോ. ചേതക്കറ മേടിച്ചു. ഇവിടെ ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ട്. പുള്ളിയോട് ഞങ്ങൾ കാര്യം പറഞ്ഞു. വിശദമായി സംസാരിച്ചപ്പോൾ പുള്ളി നോക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ അവനെ കൊണ്ടാവില്ല കേട്ടോ. അതിനെ നോക്കിയേ വേണ്ട. അവനെ വണ്ടി തൊടിക്കാതിരിക്കുന്നതല്ലേ. വണ്ടി തൊടിയിപ്പിക്കരുത്. എക്സ്ട്രാ ലൈൻ വലിക്കണം കേട്ടോ. ഇനിയും രണ്ടു വേണം കാര്യങ്ങൾ ഓരോന്നും ചെയ്യാൻ വേണ്ടി. ഇവർ കഴുകി തുടങ്ങുന്നില്ലല്ലോ ഇവനെ.
ഇപ്പം കഴിയും. അതിലുള്ള സമയം എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറഞ്ഞ് സമയം എടുക്കും കേട്ടോ, എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പം. ഗൈസ് അടുത്ത ഇലക്ട്രീഷ്യനെ കയറ്റി വിട്ടു കേട്ടോ. എന്താവും എന്നുള്ളത് ദൈവത്തിനറിയാം. അല്ല ലിവിനെ, എന്താവും എന്നുള്ളത് ദൈവത്തിനറിയാം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും പുള്ളി ചെയ്യട്ടെ. ഒരാളെ കൊണ്ട് നടക്കുന്നില്ലേ നമ്മൾ അടുത്ത ഓപ്ഷൻ പിടിക്കുക, വെറുതെ വിറിപ്പിച്ചിട്ട് കാര്യമില്ല. അല്ലാടാ ലിവിനെ, നടക്കൂല. അവനോട് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഇത്രയും നേരം നല്ല നേരത്തിൽ കാര്യം പറഞ്ഞു, നടക്കുന്നില്ല. പിന്നെ നമ്മൾ ഇനി അവനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അടുത്ത ആളെ കൊണ്ട് നമ്മൾ അടുത്ത ആളെ കൊണ്ട് ചെയ്യിക്കുക, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. മൊത്തം കരികില്ലേ, അപ്പോൾ അത് തൂത്തുവാരി ചാക്കിലെടുക്കാനുള്ള പരിപാടി ആശാന്മാർ. ഇങ്ങനെയല്ലേ വണ്ടിയുടെ ബേക്ക്? വണ്ടിയുടെ ബേക്ക് ഇപ്പൊ അത്യാവശ്യം വൃത്തിയായി. ഓടി 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 എല്ലാ സാധനങ്ങളെ കരികിലെല്ലാം ഏകദേശം ആയി. ഗൈസ് ഏകദേശം കരികിലെ സംഭവങ്ങളൊക്കെ ഏകദേശം പിന്നെ വാരി എടുക്കാണ്ടി പോവാ കേട്ടോ. 200 രൂപയുടെ ഞാൻ 200 കൊടുത്ത് പുള്ളിക്കുക. 200 രൂപയുടെ വയറ് മേടിക്കണം. ആ കള്ള കാട്ടപരാധി മോൻ ചെയ്തു വെച്ചത് നിങ്ങൾ കണ്ടോ? ഞാൻ ഇങ്ങനെയൊന്നും ജീവിതത്തിൽ പറയാത്ത കേട്ടോ. എങ്കിലും ഞാൻ പറയും, ഇത്ര ലോങ് പോകുന്ന വണ്ടിയിലാണ് ചെയ്തു വെച്ചത്. വണ്ടി കത്തിപ്പോവൂലേ, ടേപ്പ് പോലും അടിച്ചിട്ടില്ല. നോക്കിയെടുത്ത് കാണിച്ചു വെക്കുന്നുണ്ടോ? ടേപ്പ് അവനോട് അടിച്ചേക്കുന്നുണ്ടോ? ചെയ്തു വെച്ചേക്കുന്നുണ്ടോ? എനിക്ക് അവനോട് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം ഇതാ കേട്ടോ. അവൻ മൊത്തം ഊടായിപ്പം പരിപാടി മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു സാധനം വർക്ക് ചെയ്യുന്നില്ല കഴിച്ചു. എനിക്ക് എന്ത് വിഷമമുണ്ടെന്ന് അറിയാവോ? ഒരു സാധനം വർക്ക് ചെയ്യത്തില്ല. ഇത്രയും ദിവസം നമ്മൾ കഷ്ടപ്പെടുന്നത് ഇലക്ട്രിക്കൽ ഭാഗത്തിൽ പരാജയമായിപ്പോയി. അവസാനം വെറുതെ ആയിപ്പോയി. അവസാനം ഇലക്ട്രിക്കൽ ഭാഗത്തിലും പെടുത്തി കളഞ്ഞു. വേറെ ഏതൊരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു നന്നായതിനെ. 4x4 അവര് 4x4 നോക്കാം. നമുക്ക് 4x4 നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വൈകുന്നേരം അങ്ങോട്ട് ചെല്ലൂല്ലോ, നമുക്ക് പൊക്കി നോക്കാം എങ്ങനെയാ സംഭവം എന്നുള്ളത്. ആശാന്മാർ കഴുകൽ തുടങ്ങി കേട്ടോ. ഉള്ള ആദ്യം കഴുകുന്നത്, ബേക്ക് ആദ്യം കഴുകി, അതിന് ഉള്ളും കഴുകണം. ആ ബേക്കിൽ ഉള്ള ആദ്യം കഴുകി, അത് കഴിഞ്ഞ് ബേക്ക് തുടങ്ങണം. പണി നയിച്ചായി. താങ്ക് യു ഗൈസ്. ആര് വന്നാലും വെള്ളം കൊടുക്കും അവര്. അതെ, വെള്ളം കിട്ടാതെ ആരും ചാവൂല. വെള്ളം കൊടുക്കും, അതുപോലെ കയറ്റിയിരിക്കും, ഭക്ഷണം വേണമെന്ന് ചോദിക്കും. ഗൈസ് പുള്ളിക്കാരനെ നമ്മുടെ ഇതിനു വേണ്ടിയുള്ള വയറും ടേപ്പും മാങ്ങയും തേങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. 200 രൂപയുടെ സാധനമാണ് നടന്നു വരുന്നത് കേട്ടോ. നിങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് ഇദ്ദേഹമാണ് നമ്മുടെ വണ്ടിയുടെ പണി ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നത്. സ്പീഡോമീറ്ററും പിന്നെ അപ്പുറം ഇപ്പുറം കൂടെ അവർ കൊടുത്തിട്ടില്ല. ഇവരൊക്കെ അപ്പൾസറി വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാട്ടോ. അതല്ലേ നമുക്ക് ഇവിടുന്ന് ഏൽപ്പിച്ചാൽ ഇപ്പം അടച്ചുകൂടാ ആണോ? ഇതൊക്കെ ഇതിൻ്റെ ഏരിയകളാട്ടോ. പുള്ളിക്കാരൻ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നത്. എന്നാണോ മേടിച്ചോണ്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ടേപ്പും വയറും. ഇതിനാണോ 200 രൂപ? ഇതാണ് 200 രൂപയുടെ വയറ്. 200 രൂപയുടെ വയറ്. എൻ്റെ അമ്മേ, 200 രൂപയുടെ വയറും ഇതാണ് ടേപ്പും. 20 രൂപയുടെ വയറും 10 രൂപയുടെ ടേപ്പും. ബാക്കി പുള്ളിക്കാരൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിയാവുമായിരിക്കും ചിലപ്പം. ശരിക്കും വെള്ളത്തിൽ പണി എടുക്കാൻ പാടില്ല, വെള്ളം കൂടി അടിച്ചു പോവില്ലേ? ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ല. അതിൻ്റെ പുള്ളി ഇത്ര പ്രായമുള്ള എക്സ്പീരിയൻസ്ഡ് ആയ ആളായിരിക്കും. അത് എർത്ത് ഇഷ്യൂ ആണ്. അത് തന്നെ അയാൾ കാണിച്ചു തന്നെ. എർത്തിൻ്റെ അതുപോലെ കറക്റ്റ് അല്ല. ഇതിപ്പോൾ എർത്ത് കറക്റ്റായിപ്പോൾ എല്ലാ കാര്യം റെഡിയാവും. ഗൈസ് ഈ കാണുന്നത് മൊത്തം നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന കരികിലാട്ടോ. അതെല്ലാം വൃത്തിയാക്കി ഇപ്പോൾ ആശാന്മാരത് കയറ്റുക കേട്ടോ. ഇനിയിപ്പോൾ ആ സാധനം അതൊന്നും വർക്കാവൊന്നുമില്ല കേട്ടോ. എല്ലാം നാട്ടിൽ ചെന്നിട്ടാണ് റെഡിയാക്കാൻ. എല്ലാം ലോക്ക് ചെയ്യും ആശാന്മാർ. എല്ലാം ലോക്ക് ചെയ്ത് ആ പഴുതം കൂടെ വലിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി ബാക്കി ഉള്ളും അതും ഇതൊക്കെ ആയിട്ട് വൃത്തിയാക്കി തുടങ്ങും കേട്ടോ. ഗൈസ് ഇതിൻ്റെ അകത്ത് ഇന്ന് കുറേ സാധനം വർക്കാവത്താവും കേട്ടോ. അത് വർക്കാവുന്നില്ല. ആ പുള്ളി വന്ന് നോക്കിയിട്ട് വെറുതെ പൈസ പോയി. 200 രൂപ വെറുതെ പോയി. ഒന്നും ആവില്ലെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെയുണ്ട്. ഇവിടെ നടക്കൂലടാ പിന്നെ. എണ്ണയുടെ കേസ് എന്ത് ചെയ്യൂടാ? എങ്ങനെ നോക്കും? എണ്ണ വല്ല ഇത് ഇടേണ്ടി വരും. വല്ല ഒരു ഇതിൽ നമുക്ക് ഇച്ചിരി എണ്ണ വാങ്ങി കൊണ്ടുവരും കണ്ണാസിൽ. എങ്ങനെ അറിയാനാ അല്ലേ? കുറേ ലോങ് ഓടി പോകുന്ന വണ്ടിയാണ്. അവരോടൊന്ന് ചെയ്തു തരാൻ പറഞ്ഞിട്ട് ചെയ്തു തരുന്നത്. അത് അവസ്ഥയല്ലേ? നാളെ നമുക്ക് മറ്റേ പുള്ളിനെ കൊണ്ട് പറ്റുമോ നോക്കാം. ആരെ കൊണ്ട്? മറ്റേ ഇലക്ട്രീഷ്യനെ കൊണ്ട്. എൻ്റെ സാധനം എവിടെയെങ്കിലും മേടിച്ചിട്ട് ജയിക്കോയി പോയി മേടിക്കാം. ഗൈസ് ഫൈനലി എല്ലാം അടിച്ച് കഴുകി വൃത്തിയാക്കട്ടെ. ഉള്ളിലൊക്കെ ഫുള്ള് വെള്ളം അടിച്ചുള്ള പരിപാടിയാണ്. ബാക്കി വർക്കാവുന്നൊക്കെ ദൈവത്തിന് അറിയാം എങ്ങനെ ആവുന്നുള്ളത്. എല്ലാം വെള്ളമൊക്കെ അടിക്കുന്നുണ്ട്. അടിയെല്ലാം ഫുള്ള് വെള്ളം അടിച്ച് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ് ആശാന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗൈസ് ഫൈനലി വാഷിങ്ങും പരിപാടിയും കഴിഞ്ഞു. ഓടോൺ അടച്ചു പോകുന്നതിൻ്റെ അപ്പുറം വേണം നമുക്ക് കൊണ്ടു വെക്കാൻ കേട്ടോ വണ്ടി. ഞങ്ങൾ നേരെ പോവുകയാണ്. ക്ലച്ചിൽ എന്തോ ചെറിയ പ്രശ്നം. ഗൈസ് ഞാനിപ്പോൾ ഒരു കാശ്മീർ ടെക്കിൻ്റെ ഉള്ളിലാട്ടോ. ലൈറ്റ് പൂരാ ചാലു കരോ. ലൈറ്റ് കിധർ ഇധർ യാ. ഓ സ്വിച്ച് ഒക്കെ നോക്കിയാൽ ലിവിനെ സ്വിച്ച് ഒക്കെ നോക്കിയേ. എൻ്റെ പൊന്നെ കിടിലം സെറ്റപ്പ് ഗൈസ്. ടാറ്റയാണ്. ടാറ്റ ഫുൾ AC, ഡയമണ്ടിൻ്റെ മറ്റേ ഇത് പ്ലെയർ, പിന്നെ മക്കയുടെ ഫോട്ടോ, പിന്നെ അതേപോലെ തന്നെ മിററ്, പിന്നെ ഫുൾ ഇൻറ്റീരിയൽ, കിടക്കാനുള്ള സൗകര്യം. AC ഇല്ലാതെ ഇപ്പം രജിസ്റ്റർ ആവുന്നുണ്ട് ഇവൻ പറഞ്ഞത്. പക്ഷെ ഇവൻ പറഞ്ഞ ടാറ്റ അടിപൊളിയെന്ന്. ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമാണല്ലോ. കിട്ടില്ല സാധനം. ഓ AC ഉണ്ടോ? AC ഇത് AC
एको कर लो कूलिंग चाहे स्टार्ट करे कोई अच्छा है बढ़िया है बिल्कुल एक नंबर ആ പിന്നെ കൂളിംഗ് ഫിലിം ഒക്കെ ഉണ്ട് കേട്ടോ കൂളിംഗ് ഫിലിം ആഹാ ഓവർ ലൈറ്റ് ഉണ്ട് ഈ സാധനം ഇത് നമ്മുടെ ഇതിന് ലിബിന നൈസ് വെരി ഗുഡ് थैंक यू बॉस ഗൈസ് ഞങ്ങൾ കുറച്ച് സാധനം മേടിക്കാണ്ട് തന്നാ ഇത് കണ്ടോ ഇതാണ് ഒന്ന് ഞങ്ങൾ 2 താക്കോൽ മേടിച്ചു നേരത്തെ മേടിച്ച സാധനം അത്ര കൊള്ളൂലേ പിന്നെ ഇവിടെ ടബാരിയയുടെ മറ്റേ ഇത് മേടിക്കണം പിന്നെ എന്നാ അങ്ങനത്തെ പേര് സ്പാനർ സെറ്റ് പിന്നെ ഒരു ടബാരിയുടെ ഇതും മേടിക്കണം 2 സാധനം മതി നമുക്ക് അല്ലെങ്കിൽ നമ്മൾ 2 മേടിച്ചിട്ടുണ്ട് പൈസയാണ് പറയുന്നത് 500 രൂപ സെറ്റിന് 610 बन रहे हैं मैंने आपको पहले 600 ये लिस्ट है ये देखो ना 678 है 10% डिस्काउंट है इस पर 6 ഇവരെ കത്തി എത്ര നമ്മൾ കത്തി മേടിച്ച് വെച്ചിട്ടുണ്ട് ആ കത്തി അത്ര കൊള്ളൂല ഇവരെ ദേശീയ കത്തി മേടിക്കാം എങ്ങനെയാണ് ബ്ലേഡ് കത്തി എടുക്കണ്ട അവിടെ വെച്ചാൽ പൈസ വെച്ചിട്ട് എടുക്കാം അല്ലെ നമ്മൾ കിത്തനായ എടുത്തു ഫാൻ ഫാൻ उसमें बड़े वाला चाहिए आपको ഗൈസ് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ട ഓരോന്ന് മേടിച്ചോണ്ടിരിക്കുക ഇതിപ്പം ഇത് ലോക്ക് മറക്കിരിക്കണേ അടുത്താണ് കണ്ടുകൊടുത്തത് ഇത് മേടിച്ചു തർപ്പാനയുടെ ഈ സാധനം മേടിച്ചു कितने ये 2000 का 2000 सस्ता वाले सस्ता वाला नहीं है थोड़ा फर्क ही पड़ेगा सस्ता वाला दे दो यार हमारा पैसा नहीं है हमें किली पारी पे इंडिया ये वाला छोटा रिंग नहीं मिलेगा इसमें छोटा बॉक्स में आने के लिए सामान नहीं है छोटा बॉक्स का है देखने के लिए मोटी छोटी ആണ് വിഷയം നിനക്ക് മനസ്സിലായോ കാര്യങ്ങൾ ഗൗരവമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചോട്ടാ ബോക്സുള്ള സാധനം ഇവിടെ ഇല്ല കാര്യം നിനക്ക് മനസ്സിലായല്ലോ ചുറ്റിക്കൊന്നും വേണ്ടല്ലോ ഇത് പോരെടാ മതി മതി പിന്നെ ഒരു ഇച്ചിരി സ്പെയർ വയർ മേടിച്ച് വെക്കണം ഇതെല്ലാം നീ ചോദിച്ചോ അതാ ഞാൻ ഉദ്ദേശിച്ചത് അതിനകത്ത് വലുതുണ്ടാവില്ല कितना पैसा है इसमें भैया है देखो कितना देखो 46 पीस है ठीक है വേണ്ടല്ലോ കണ്ടോ ഓൺലൈൻ 46 पीस है इसमें ये वाला അത് ഓൺലൈനിൽ നിന്ന് മേടിക്കാം वो इसमें अपना डुप्लीकेट भी आता है ये ओरिजिनल पीस है ठीक है वो दे दो പാവം നേരത്തെ ഇവിടെ വന്നു പാവം നമ്മളെ हमारा നീ ആലും വേണ്ടാക്കല്ലേ പോയിക്കേ दोनों हमें കൊല ഗൈസ് നല്ല പൈസ കൊടുത്തു ഇതിന്റെ ആവശ്യം നാട്ടിൽ നിന്നാണ് ഇങ്ങനെ പറയാൻ പറ്റുമോ അല്ല നാട്ടിൽ നിന്ന്